പിതാവിൻ്റെ സ്വപ്നങ്ങളാണ് ഞങ്ങളിവിടെ. ഇത്രയും വലിയ സ്വരം എനിക്കുണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. പിതാവിൻ്റെ സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും, അത് ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും, ഇടപെടലുകളിലും, അധ്വാനത്തിലും, സന്തോഷത്തിലും എല്ലാം പ്രകടമാക്കുന്നത്. അഭിനന്ദ പിതാവേ, പിതാവിൻ്റെ ഇവിടുത്തെ സാന്നിധ്യം ഞങ്ങളെല്ലാവരെയും വളരെയധികം സന്തോഷഭരിതരാക്കുകയും ആവേശഭരിതരാക്കുകയും ചെയ്യുന്നു. കാരണം ഇഫ് ദർ ഇസ് എ സിഗ്നേച്ചർ ഹിയർ ദാറ്റ് ഈസ് ഓഫ് യോഴ്സ്. പിതാവിന് അവകാശപ്പെടാവുന്ന സിഗ്നേച്ചേഴ്സ് മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തലവനായ, ഞങ്ങളുടെ പിതാവായ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കിവിടെ ഇന്നത്തെ പ്രത്യേക ക്ഷണിതാവായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ വാഴൂർ സോമൻ MLA ആണ്. പ്രിയപ്പെട്ട സാറിനോടുള്ള അതൊരു ഹൃദയബന്ധമാണ്. അതെങ്ങനെയാണ് പ്രകടമാക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഹൃദയബന്ധം ഒരു വ്യക്തി, ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാനും സാറും തമ്മിലുള്ളതല്ല, ഈ കോളേജും സാറും തമ്മിലുള്ളതാണ്. സാറിന് ഈ കോളേജിനെ മറക്കാൻ പറ്റുകയില്ല. കോളേജിന്റെ ഓരോ വളർച്ചയിലും അത്യധികം നമ്മോടൊപ്പം സന്തോഷിക്കുന്ന, ഹൃദയം നിറയെ അത് തുളുമ്പി തന്നെ സന്തോഷിക്കുകയും അതൊന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് സാറ്. അതുകൊണ്ട് ഇന്ന് സാറിന് ഉടനെ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗം നീട്ടാത്തത് ഏറ്റവും സ്നേഹത്തോടെ സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാനേജരച്ചൻ എപ്പോഴും ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മുടെ ഇടയിൽ വരികയും അഭിനയ പിതാവിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ ആ വിഷനെല്ലാം ഇവിടെ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൻ്റെതായ കോൺട്രിബ്യൂഷൻസ്, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ എക്സ്പോഷറൊക്കെ ഉള്ളതുകൊണ്ട് തൻ്റെതായ കോൺട്രിബ്യൂഷൻസ് നന്നായി കോളേജിന് നൽകുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ നയിക്കുകയും മാർഗനിർദ്ദേശം തരികയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. അച്ഛന് 24 മണിക്കൂറും ജോലിയിലാണെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എപ്പോൾ നോക്കിയാലും അച്ഛൻ ജോലിയിലാണ്, പ്രവർത്തനങ്ങളിലാണ്, ചിന്തകളിലാണ്. ചെറിയൊരു നോട്ട് പോലും അച്ഛൻ അയച്ചു കൊടുത്താൽ ഏത് രാത്രിയിലും പാതിരാത്രിയിലും അച്ഛൻ കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കും. അതുപോലെ കൃത്യമായി നമുക്ക് വേണ്ടി അധ്വാനിക്കുകയും സ്നേഹത്തോടെ ആയിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ബോബി അലക്സ് മണ്ണപ്പിള്ളാട്ട് അച്ഛൻ, കോളേജിന്റെ മാനേജർക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ആ ചേഞ്ചിന്റെ ഒരു നിദാനം, ഞാൻ ആദ്യം പറഞ്ഞ ചേഞ്ചിന്റെ ഒരു നിദാനം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് നമ്മുടെ കൂടെയുണ്ട്. സാറിന്റെ ഉള്ളിന്റെ മാറ്റം നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എത്തണമെന്നും എങ്ങനെ എത്തണമെന്നും നാക്കിന് എത്ര പോയിന്റ് നേടണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും ഡിസൈൻ ചെയ്യുകയും അതിന് നമ്മളെ എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരേ പാതയിൽ മുന്നോട്ട് നീക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളോട് സംവേദിച്ചുകൊണ്ട് നമ്മളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സാറ് കഠിനാധ്വാനം ചെയ്യുകയും നമ്മളെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുകയും ചെയ്തു, വളരെ സോഫ്റ്റ് ആയിട്ട്. സ്നേഹമുള്ള സാറേ, വി ആർ പ്രൗഡ് ഓഫ് യു ടു ബി ഹിയർ. എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ കോളേജിന്റെ ക്യാമ്പസിലുള്ളത് മുഴുവൻ സമയമുള്ളത് സാറാണ്. സാറാണ് നമ്മെ നയിക്കുന്നത്. സാറിനാണ് നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കേണ്ടതും. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. യോഗത്തിന്റെ ഇത് കോളേജ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ യോഗത്തിന്റെ പ്രസിഡന്റ് ആൻ സ്റ്റാൻലി ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻ സ്റ്റാൻലി കഴിഞ്ഞ ഒരു വർഷം, ആൻ സ്റ്റാൻലിയും ടീമും കഴിഞ്ഞ ഒരു വർഷം നമ്മെ നയിക്കുകയായിരുന്നു. നമുക്കറിയാം എത്രമാത്രം ഒരു സന്തോഷവും വൈബും നമ്മൾ കോളേജിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ വർഷം. അതിൻ്റെ എല്ലാം പുറകിൽ ഈ ആൻ സ്റ്റാൻലിയുടെ കഴിവും നമ്മെ എവിടെ എത്തിക്കണമെന്നുള്ള ആൻ സ്റ്റാൻലിയുടെ ഉത്തമമായ ബോധ്യവുമാണ്. ടീമംഗങ്ങൾ എല്ലാവരുമുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കുന്നില്ല എങ്കിലും ആൻ സ്റ്റാൻലി ഏറ്റവും സ്നേഹത്തോടെ, ടീമിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ 2 വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കോളേജിൽ നിന്നും, ഈ ഫാമിലിയിൽ നിന്നും താൽക്കാലികമായി നിയമപരമായെങ്കിലും പിരിയുന്ന 2 പേർ. പക്ഷേ അവർ 2 പേരും ഫാമിലിയുടെ ഭാഗമായി എന്നും നിലനിൽക്കും. കാരണം അവർ കാണിച്ചു തന്ന വഴികളും അവർ ചവിട്ടിയ പാതകളുമല്ലാതെ മറ്റൊന്നും വളരെയധികം അഭിമാനിക്കാൻ കോളേജിനില്ല. ഒരാൾ അക്കാഡമിക്സിലും മറ്റേയാൾ ഓഫീസിലും തൻ്റെതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിനെയും ജോൺ ജേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിൻ്റെ പേര് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയുണ്ട്. ജോസഫ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും, പ്രത്യേകിച്ചും നമ്മുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സാർ വളരെ ആക്റ്റീവായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാം ഒരു കുടുംബമാണ്. പരസ്പരം എന്നും കാണുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. തളർച്ചയില്ലാതെ ഒരേ മനസ്സോടെ അധ്വാനിച്ചവരാണ്. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മുടെ എത്തിയിരിക്കുന്നതും. നമ്മുടെ മെൻറ്റേഴ്സായിട്ടുള്ള ജോസേം സാറുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ട്, മുരളി വല്ലഭൻ സാറുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ട്, ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, സ്റ്റാഫ് അംഗങ്ങളുണ്ട്, സാറിൻ്റെയും ജോൺ ചേട്ടൻ്റെയും കുടുംബാംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുമുണ്ട്. ഒറ്റ വാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, Father. I wholeheartedly welcome you to the function. Right from the inception of the college, Sri Varur Soman has always been a supportive hand to our college. At present, as the MLA of Pirmet constituency, he makes significant interventions which scales up Marian's growth and accomplishments. Due to his busy schedule, he will be leaving us soon. I invite you for the felicitation. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിവന്യ പുളിക്കൽ പിതാവേ, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ജോസഫ് പുങ്ങന്താനം, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫാദർ ബോബി മണ്ണാക്കൽ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ, അതേപോലെ നമ്മുടെ ചെയർപേഴ്സൺ മിസ് ആൻ സ്റ്റാൻലി, നമ്മുടെ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഇവിടുന്നും റിട്ടയർ ചെയ്യുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറ്, അതേപോലെ തന്നെ ജോൺ സാറ്, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാരെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരു ധർമ്മസങ്കടമുണ്ട്. കാരണം പിതാവ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നതിൽ അനൗചിത്യമുണ്ട്. അതേപോലെ ഭദ്രദീപം കൊളുത്തുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ സംസാരിക്കുന്നതും ഉചിതമല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇതേ ഡേറ്റിൽ തന്നെ നമ്മുടെ ബഹുമാന്യായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജനും, അതേപോലെ തന്നെ ജലസേന മന്ത്രി റോഷി അഗസ്റ്റിനും ചേർന്ന് ഇടുക്കിയിൽ ഒരു വലിയ പട്ടയമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. 11 മണിക്ക് എത്തണമെന്നാണ് അറിയിപ്പ്. ഞാനൊരു 11:30 എത്താനുള്ള അവകാശം ചോദിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ 2 വാക്ക് പറഞ്ഞ് യാത്രയാകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. മരിയൻ കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഇതിൻ്റെ ആരംഭം മുതൽ, തുടക്കം കുറിച്ച കാലം മുതൽ കോളേജുമായി നല്ല ബന്ധമാണ് ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ അറയ്ക്കൽ പിതാവും അതുപോലെ തന്നെ പുളിക്കൽ പിതാവുമെല്ലാം ഇവിടുത്തെ കാര്യങ്ങളിൽ സദാ ബന്ധപ്പെടുകയും വളരെ സ്നേഹോഷ്മമായ വരവേൽപ്പാണ് എപ്പോഴും ലഭിച്ചിട്ടുള്ളത്. നാക് അക്രിയേഷൻ്റെ ടീം ഇവിടെ വരുന്നു എന്ന് അച്ഛനും പുങ്ങന്താനം അച്ഛനും അതുപോലെ തന്നെ പ്രിൻസിപ്പളും അറിയിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അവരെ സ്വീകരിക്കുവാനും അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുവാനുമെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ അംഗീകാരം, അതും കേരളത്തിൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണെന്ന് കരുതുന്നു, വലിയ നേട്ടമാണ്. നല്ലൊരു കയ്യടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ടീമിന് സമ്മാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.
a learned academician, yes, our dearest principal, Professor Dr. Ajimon George, who has always been an inspiring person in our college. He is a person who understands the value of student-teacher relationship and always finds time to interact with students. The recent NAC re-accreditation process was a major milestone in the history of Marian College under his leadership and coordination. As a proud Marianite, I invite you, sir, to deliver the college annual report for the 2020-22-23 academic year. Your Excellency Marjos Pulikal, patron of the college, the manager, Very Reverend Father Bobby Alex Manamblakal, respected MLA of Pyramid, Sri Varur Soman, our administrator, Reverend Father Joseph Pongandanam, the president of this function and chairperson of MCSE, Miss Anne Stanley, invited guests, dear colleagues, and dearmost students. I stand before you today to present the annual report of the college for the academic year 2022-23 with enormous pride and pleasure in the wake of Marian achieving a very high score in the 4th cycle of NAC accreditation. This is really a very rejoicing time for the entire Marian community that we have received an excellent score of 3.71 out of 4 with the highest grade of A++. This is a very significant milestone in our journey towards excellence, and I take it as a great honor to present the annual report at a time when the entire Marian fraternity is celebrating this achievement. Before I delve deep into the details of annual report, I would like to express my profound sense of gratitude to our visionary management, dedicated faculty and staff, and our brilliant students whose selfless dedication, commitment, and zeal for excellence have paved the way for this wonderful success. The high score in NAC accreditation is definitely another feather in the already adorned crown of Marian, but it also underscores our unwavering adherence to providing world-class education to our students. This achievement would not have been possible without the collaborative efforts of my colleagues who have toiled in tandem to enhance the extent of learning on campus through their trailblazing teaching techniques and enthusiastic endeavors to mold the future citizens of the world. Moreover, I heartily congratulate my dear students for their untiring allegiance to knowledge and their craving to create an impact of everything they engage with. We must realize that the high score in NAC accreditation is not the finishing point. We must remain dedicated to our commitment to continuous innovation and improvement to embrace the international benchmarks set for higher education. Let us continue to work as a team to evolve Marian into a center of excellence. Let me also take this opportunity to convey our respect and regards to two members of Marian fraternity, Dr. Chakochan J. Nyavalil and Mr. John K.S., who are retiring from service on 31st May 2023 after years of dedicated service. Dr. Chakochan served as the IQAC coordinator, head of the Department of Commerce, Board of Studies chairman, member of governing body, and coordinator, RUSA Monitoring Committee. Mr. John K.S. had been a very dedicated and systematic staff of our college, who exhibited exemplary sense of work culture in the service of students and faculty. On behalf of the Marian community, I extend our warmest regards for them and wish them a very healthy and prosperous retired life. Marian offers 7 undergraduate programs, 7 postgraduate programs, and 2 PhD programs.
The present student strength is 2,347, out of which 49% are boys and 51% are girls. The college has a staff strength of 231, out of which 132 are teachers and 99 are non-teaching staff. Father Dr. Jose Chittadiyil and Dr. Jinsmon Siriak were awarded PhD during the academic year. 14 research papers have been published in Scopus and Web of Science indexed journals during the academic year by the following faculty members: Dr. Benimol Jose, Dr. Lumi Joseph, Professor Ajimon George, Dr. Mendes Jacob, Father Dr. Shaiju K.S., Dr. Binu Thomas, Dr. Thomas Kevi, Dr. Lijin George, Mr. Biju P. Mani, Ms. Anita Mol Babu. The college became a winner in higher education category for inclusive and experiential learning in IDA Awards 2022. The college received Rotary Excellence Award for Academic Excellence. College is recognized by Deepika for excellence in distinctive accomplishments in maintaining a sustainable environment. The college is listed in the Sustainable Institutions of India, Green Rankings 2023, with institutional grade A in the band Gold. Let me now give a brief account of the activities of various departments, clubs and associations during the academic year 2022-23. Department of Management in Hospitality. The department secured 100% placements for the final year students. 5 students secured placements in Kuwait in Fly World LLC at a CTC of Rs 90,000 per month. Conducted a study tour to Thailand for a duration of 4 days. Organized a cultural exchange program at St. Joseph's College, Autonomous, Trichy. Marian Institute of Management. 67% of the students from MIM have secured placements in reputed companies. An international conference on sustainable management practices in the New Age business on February 23rd and 24th, 2023. Over 90 national and international papers were presented. Dr. T.P. Srinivasan, former ambassador, inaugurated the conference. Dr. Murali Vallaphan, Director, MIM, has won the prestigious Bharat Manomitra Award 2023 for contributions made to the area of Indian knowledge system. Conducted outbound trainings for over 500 students from different educational institutions. The department earned about Rs 7 lakhs as training and consultancy fees. A National Management Fest Caligo 2022 witnessed the participation of over 1,000 students from colleges across the country. The fest has been nominated for the Best Management Fest Award in India, where only the premium colleges participate. School of Commerce and Professional Studies. All the students of MCOM aided, 31 students from MCOM self-financing, and 64 students from BCom are placed in reputed organizations. 15 students from MCOM presented papers at the international conference on the title Impact of COVID-19 on the Informal Sector, organized by the Government Arts College, Coimbatore. 4 research scholars of the department, Jobin Sahadevan, Father Jose Chittadiyil, Joby Joseph, and Rani Jacob were awarded PhD during the academic year. The school gives special emphasis on professional qualifications such as ACCA, CA, CMA, CMA US, and CIMA UK. 245 students are pursuing different courses in professional studies. SCAPS collaborated with the Sri College of Management, Nepal in the area of professional courses, FDP, workshops, and seminar. Josna George of BCom A has won first prize in Bharatanatyam in the Mahatma Gandhi University Youth Festival. Department of Computer Applications, PG. 52% of the final year students are placed. Conducted a national level online faculty development program on outcome-based education in computer science in association with the Kerala State Higher Education Council. The FDP was attended by 800 faculty members from 430 education institutions across 20 states. Conducted an online global tech summit in association with the IPSR Solutions and Red Hat
which was attended by 2,000 plus participants globally. The certification on data analytics offered by the department has participants from India and abroad. Initiated 2 projects, Coders Den and Bookathon, projects where students practice coding. Department of Computer Applications, UG. 79% of the students of third year BC are placed in reputed companies. Mr. Emmanuel Martin has registered a startup, Omburla Technologies Private Limited. Mr. Alan Abhilash has got an honorable mention by Google for vulnerability reporting in acquisition. Mr. Marvel Sebastian won 3rd prize for Percussion Western in Anika MG University Youth Festival 2023. School of Social Work. The School of Social Work has taken initiative for signing academic MOUs with the 2 institutions in Nepal, St. Xavier's College Kathmandu and Kadambari Memorial College, Nepal, in the month of September 2022. 3 of the faculty members visited Nepal and took sessions for the students in both the colleges. They have received a financial support of rupees 1.25 lakhs from UGC Stride project of Mahatma Gandhi University for organizing FDP and served as the coordinator for the 7 days FDP on outcome-based social work education. The School of Social Work has coordinated the training and survey process of ACER in Idukki district and raised an amount of 91,470 as consultancy amount. 4 faculty members attended international conferences and delivered guest lectures in Nepal. Naipunya life skill-based project for children of the tribal area of Kovilmala is implemented in association with Pyramid Development Society with the support from Carl Kubel Foundation. 2 summer camps for students from nearby communities were organized in collaboration with the Extension Department, and more than 110 students participated in the camps. 2 of our MSW students are selected for International Field Practicum at Germany as part of our international tie-up with Catholic University of Applied Science, Cologne, Germany. Consultancy services are offered to NHM Kozhikode, WCD Idukki, Block Panchayat Aluda, and Prison Department, Government of Kerala. 2 PG diploma programs in the area of geriatric care and counseling and psychotherapy are running successfully. The School of Social Work won the overall championship in the Dinova International Conference and student meet organized by DIST Angamali. Also got an award as Best Cheerful College, and Akshara MM of 2nd MSW won the Best Social Worker Award in the same conference. 9 students of social work attended the international conference held in Nepal and Malaysia. Department of Physics. Dr. Jinsmon Siriak and Dr. Mithunaj faculties published 5 books, chapters in edited books by international publishers. Dr. Jinsmon Siriak faculty got 1st prize in a poster presentation in the 35th Kerala Science Congress. He also got the Best Dissertation Award, NASC Doctoral Dissertation Award in 2022. 6 students presented their research findings in the international seminar, Advancements in Materials, Science and Technology, organized by SIST Chennai. The students recycled plastic waste into reusable tiles and waste paper into covering paper. They also manufactured solar dryer and solar cooker. Department of Communication and Media Studies. 39 students of 2021-23 batch are placed in major companies. Published 2 books, Women and Media by Twinkle Sarah Joseph and Religious Harmony in Kerala by Dr. Michael Putundara, Professor M. Vijay Kumar and Father Sobi Thomas. Father Sobi Thomas won the Best Paper Award in the international seminar conducted by Jain University, Bangalore. A media museum, Media Tech, is set up in the department during the year. Conducted the 5th edition of Kuttikkanam International Students Festival, and students participated in the International Film Festival of India at Goa and International Film Festival of Kerala at Thiruvananthapuram. Professor M. Vijay Kumar has been selected as the chairman, Board of Studies in Media Studies,
CDIT Trivandrum. Department of Business Administration. 65% of the final year students are placed in major corporates. Marian Management Association's activity, Canal, was inaugurated by Sri Santosh George Kulangara, renowned global traveler. Department of Applied Economics. An invited lecture on perspectives of climate change and sustainable living by Dr. Radhakrishna Suresh Kumar, Syracuse University, USA, in association with UNAI. Conducted status video making competition, 30 seconds for the nation. Organized two-day faculty development program on outcome-based education for 41 faculty members from Christ College, Jagdalpur, Chhattisgarh. Department of Mathematics. 58% of the students are placed in reputed firms. Observed National Mathematics Day in connection with the 135th birth anniversary of Srinivasa Ramanujan. Department of English. Organized an interactive session with Ms. Sujaya Parvati, senior journalist, 24 News. Two-day workshop on Mojo, an introduction to mobile journalism, was conducted by Sri S. Biju, executive editor, Asianet News. Esther Sunny secured an A grade in elocution English at MG University, Kalolsava. Department of Health and Wellness secured 28 medals, 22 gold, 4 silver and 2 bronze in Kerala State Senior Kickboxing Championship. Secured 11 medals, 2 gold, 5 silver and 4 bronze in National Kickboxing Championship. Got 3 medals, 1 silver and 2 bronze in All India Inter-University Kickboxing Championship. Got 8 medals, 3 gold, 1 silver and 4 bronze in International Open Kickboxing Championship. Prizes in Mahatma Gandhi University Intercollegiate Tournaments. Second prize for roller hockey, third prize in roll ball, third prize in badminton men, third prize in badminton women, third prize in table tennis men. Placement cell. 62% of the PG students and 52% of the UG students got placements during the academic year. The highest salary package for PG students is 12.75 lakhs per annum, offered by Federal Bank. For UG students, it is 6 lakhs per annum, offered by Deloitte. The average salary for PG is 3.5 lakhs per annum, and for UG, 3 lakhs per annum. The cell has organized all Kerala pooled recruitment for top companies. National Service Scheme. We have 2 NSS units with 155 volunteers. Organized Har Ghar Tiranga campaign. Observed World Tiger Day in association with the Department of Forest. Arogya Mela, a mega health camp and exhibition, was organized in collaboration with Health Department as part of Non-Communicable Diseases Day. Electoral literacy camp was conducted in association with the Taluk Electoral Office. NSS was part of anti-drug campaign and human chain organized by Government of Kerala. About 30 school students from the local community avail our services under Marian Buds. NCC 5K Girls Battalion. Esther Sunny participated in the EBSB National Integration Camp held at Srinagar. Kirti Ravindranath and Dellamol Joychen participated in the Kerala camp held at Kannur. Albia A. and Anlia Joseph participated in the Army Attachment Camp conducted by 11 Madras Regiment held in Trivandrum. Alina Jose successfully completed the All Kerala Girls Trekking Expedition 2023 held at Nilgiris. Anju Augustine won the first prize for karate in NCC National Championship. Scholarships. Introduced sports scholarships for promoting the culture of sports along with academics. 1,032 students benefited through the institution scholarship, and the total amount of scholarship was 20,90,551. 331 students benefited from government scholarship, and the total amount disbursed was 49,35,000
818. Clubs and associations. The Anti-Ragging Committee, in association with the Legal Literacy Club, observed Constitution Week and organized a session on the Constitution of India. An awareness program on anti-ragging regulation was organized with Mr. Sunil Kumar AU, Superintendent of Police, as the resource person. Forum for Democracy and Social Justice conducted a two-day national seminar on the theme, the role of media and judiciary in the protection of democracy. Also conducted a seminar on 75 years of Indian democracy in association with the Institute of Parliamentary Affairs, Government of Kerala. Phoenix Club celebrated Tillana Pongal, the Pongal festival. The club conducted many motivational classes for the members during the academic year. Ek Bharat Shrestha Bharat Club made a tour video of Marian College in connection with World Tourism Day. Dance club members choreographed dance with different language songs in connection with Kuttikkanam Film Festival. The members also staged a live performance on Ethnic Day. Women's Cell organized a talk by Ms. Srija Shyam, senior journalist and news reader, on the topic, Break the Bias. Also conducted a gender audit in the campus by Dr. Kochrani Joseph. UNA Aspire Marian Chapter, in association with Department of Economics and EBSB, organized an invited lecture on perspectives on climate change and sustainable living by Dr. Radhakrishna Suresh Kumar, Professor Biomedical and Chemical Engineering, Syracuse University, New York. The members conducted a data collection on carbon footprint of all the students on the campus. The chapter created a Moodle course on sustainable behavior in addition to awareness campaign to make the campus plastic free. Lincoln University College Marian Research Center. Marian has entered into an MOU with Lincoln University College, Malaysia in October 2019 to stimulate and facilitate the development of collaborative and mutually beneficial programs. As such, we have established a research center, LUC MRC, which has started admitting scholars from January 2020. Now about 64 scholars in 6 batches are pursuing their PhDs at the center. Professor Jose James, former registrar Mahatma Gandhi University, as the director, coordinates the activities at the center. Let me conclude this report with words of gratitude. We owe a lot to the visionary management of Marian, especially His Excellency Mar Jos Pulikal, Very Reverend Father Bobby Alex Mannam Blackal, and Reverend Father Joseph Pongandanam, who were there at the helm of affairs during the academic year, and I solemnly extend my heartfelt respect and regards to them. I would politely express my deep sense of gratitude to our patron, Mar Jos Pulikal, for giving me an opportunity to present this report in the capacity of the principal of Marian College. Words cannot adequately convey the depth of my gratitude to Dr. Binu Thomas, IQSC coordinator, whose commitment, meticulous planning, and exemplary leadership have played a pivotal role in achieving a high rank in NAC accreditation. On behalf of management, faculty, and students, I extend my deep sense of gratitude to Dr. Binu Thomas and his team. I am profoundly indebted to Reverend Dr. Roy Abraham P., former principal, Mr. Biju P. Mani, who served as the controller of examinations for 6 years, the vice principals, directors, heads of departments, controller of examinations, academic council secretary, other faculty colleagues, placement officers, and administrative staff for being with me to share the duties and responsibilities during the year. It was through your collaborative efforts that we were able to accomplish such enviable achievements during the previous year. I am really honored to lead such a wonderful team and look forward to continuing our endeavors together to pursue our mission to provide exceptional education to our students.
I would also extend my sincerest gratitude to our MLA, Sri Varur Soman, for his sustained support for Marian. I also thank Ms. Anne Stanley, chairperson of MCSE, and her team for the wonderful cooperation and support for arranging all the students' activities and also during the NAC visit. I thank and honor the presence of family members of Dr. Chako Chenyavalil, Sri John K.S. and Dr. Binu Thomas. Once again, I extend my heartfelt gratitude to each and every Marianite. I remain. Thank you. Thank you, sir. The Marian College Students' Council is the bridge that connects the students and the college. The MCSE 2022-2023 is truly a unique and energetic bunch of leaders who filled this academic year with exuberance and vibrance. With great happiness, I welcome our dearest General Secretary of MCSE, Sri Noah Bobby Cherian, to present the MCSE Annual Report. Individually, we can do a little, but together we can do so much. This was a quote I used in my first speech representing as the General Secretary of the college. And we Marian College were able to succeed our NAC A++ accreditation by together, we all worked together and we were able to achieve that. And today, I'm going to read the report of MCSE 2022. Marian College Student Council has been formed on 27th August 2022. The election was conducted by selecting a girl and a boy representative from each class democratically. And the elected representatives thereby is eligible to contest for the different positions of the union. Thus, the 18-member core team has been formed under the leadership of Ms. Anne Stanley, chairperson MCSE. All the elected representatives has been selected fulfilling all the criteria of the college regulation. The activities of core team was guided under Father Dr. Shaiju K.S., Mr. Eric Thomas Joseph, and Ms. Joy Lakshmi B., faculty in charge MCSE. Now I am reporting the MCSE activities. Installation ceremony. To begin with, there was an installation ceremony on 29th August 2022. The 18 representatives underwent an oath-taking ceremony and were officially installed into their positions. They assumed their respective roles and were provided with badges by the manager, Reverend Father Joseph Pongandanthu. Onam celebration. The new student council organized its first event, Tilana 2K22, which took place over 3 days main program with a closing ceremony on 2nd September 2022. The program involved various activities and 56 classes participated in them. Tilana 2K22 comprised of ranges of diverse programs, Vadamvali, Attappukalam, Talantullum Maveli, and Kalandalli Puttikal. Prizes were distributed to the first, second, and third position of these different programs. It's by Marian. The Student Council launched a campaign to create awareness among the students about the resources and activities of the college. First, the principal explained about the college activity and outcome and way to achieve them. And these were communicated to entire students community. Navarasa. On October 18, 2022, the MCSE conducted Arts Day celebration that include both on-stage and off-stage events for students to showcase their cultural interest. Nearly 100 programs were conducted, allowing students to participate in group and individual activities that encourage their non-academic skills. The winners were chosen to participate in the University Kalolsavam
and prizes were distributed on the merit day. The Kala Tilagam and Kala Pratibha were also selected from this event. In addition to the Arts Day celebration, the union inauguration took place, where the elected chairperson revealed the theme of the union as the era of creativity. The event lasts for a week and was evaluated by different bodies for each program. The celebration were inaugurated by Ms. Anju Joseph, a Malayalam playback singer. The event inspired the students to develop their own creativity and skills for their personal development. Patumaram. The previous year union had an initiative to bring every class forward, which was continued this year by the Arts Club Secretary to promote overall student development. The first event organized by various club and association was held on September 26, 2022 in front of Administrative Block, Aura. On December 12, 2022, the college celebrated Ethnic Day with a Nasik Dole team for students to fuse enthusiasm and create unique atmosphere. The theme was ethnicity, and students dressed in traditional clothing from various Indian states. A theme show was held for 10 participating classes, each representing a state with different contents promoting cultural integration. The show highlighted 4 basic elements of earth: soil, air, water, fire. Bon Natale Street. A 2-day Christmas celebration was held from December 22nd to 23rd, 2022. A night street was set up for students to buy and sell their own essential items, and various activities such as food stalls, gaming sessions, and dance shows were organized by different classes to promote entrepreneurial skills. A stage show called Solomon and Shoshama was conducted, and the inauguration of the performance choir was done by the administrator, Reverend Father Joseph Pongandantha, with the birthday celebration of Vice Principal Father Shaiju K.S. The event left cheerful memories for all involved. Tilana Pongal. The Phoenix Club, Agaram Club, and MCSE organized the college first ever Pongal celebration on January 15, 2023, where students dressed in Tamil ethnic wear and enjoyed a live band performance. They also cooked Pongal rice and shared it randomly, spreading joy and encouraging other cultural celebration within the college. Overall, it was a beautiful function and a memorable event. Zindagi. Valentine's Day is celebrated on February 14th every year in honor of Saint Valentine. Our college also celebrated this day by having a costume day. Students could dress up as their favorite film actors, cartoon characters, and more. This was a way to embrace foreign culture and was approved by the college principal and authorities. Inauguration of college ground. On February 16, 2022, the new college ground was inaugurated by former Indian football player Mr. Mohammad Rafi. A friendly match was played between current and former students, including the chief guest. The ground was supervised by Father Joseph Pongandantha and is now open for Marianites to use for sports. The day holds great significance for the Marianite community. Infinito. On February 21, 2023, our sports secretary, Mr. Ribin Abraham, led the annual Sports Day celebration, which include 25 single events and group events. Pyramid SI inaugurated the function and prizes were distributed to students. The Sports Day was a huge success. Eureka. The Marian World Cup is a week-long event where teams represent different World Cup teams and compete for a prize pool of rupees 10,000. Each team has a manager and a fan base. During the final match, students wear their team jersey to support their players. Awards are given for best goalkeeper, best player, midfielder, and defender. Marian Trophy. The MCC in association with the Health and Physical Wellness Department of the Marian College Kuttikkanam organized the Mar Matthew Vatakuri Memorial Inter-College Sevens Football Tournament and Basketball Tournament on March 7, 2023, with
with participation from several colleges. This was a final event organized by the Student Council this year. So, I myself, Noha Bobicharian, General Secretary of Marian College, Kuttikkanam, signing off. Thank you. Thank you, Noha. Our chairperson, Ms. Anne Stanley, is a humble and committed leader. Integrity, insight, and inclusiveness shine in her. I wholeheartedly welcome her for the presidential address. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അഭിവന്യ പിതാവേ, ബഹുമാന്യനായ മാനേജർ അച്ഛ, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ അജ്മോൻ സാർ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ, മറ്റെല്ലാ അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളാണ് എൻ്റെ ശക്തി, നിങ്ങളെ ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു വേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഇന്ന് ഈ വേദിയിൽ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടും അതിലുപരി ഒരുപാട് അഭിമാനത്തോടുമാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ പ്രയത്നത്തിൻ്റെ ഫലമായി മാത്രമല്ല ഈ വർഷം ഇവിടെ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമും. ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയം ഒരു ടീം വർക്കും ഒരു കൂട്ടായ പ്രവർത്തനവും ഒക്കെയാണ്. എൻ്റെ പിന്നിലുള്ള ആ ടീമാണ് നമ്മുടെ ഈ 2022-23 മരിയൻ കോളേജ് സ്റ്റുഡൻറ് കൗൺസിൽ, എൻ്റെ MCSC ടീം. ഞങ്ങൾ നിങ്ങൾക്കായി ഈ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകൾ എല്ലാം മരിയൻ MCSC ടീം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ മുന്നിൽ കണ്ട ഒരു കാര്യം, എങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഈ പ്രോഗ്രാമുകൾ തരാം, അല്ലെങ്കിൽ എങ്ങനെ മുൻ വർഷങ്ങളിൽ നടന്നതിനേക്കാൾ മികച്ചതായി ഇതിനെ നടത്താം എന്നൊക്കെയാണ് ഞങ്ങൾ എന്നും ചിന്തിച്ചിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിൽ എന്നും ഞങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് എനിക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാൻ കഴിയും, മരിയനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. നിങ്ങളുടെ പങ്കാളിത്തം ആണ് ഇവിടെ ഏതൊരു പ്രോഗ്രാമിനെയും വിജയിപ്പിച്ചിട്ടുള്ളത്. അത് അന്നും ഞാൻ പറഞ്ഞു, കേറിയെന്നും പറഞ്ഞു, ഇപ്പോഴും പറയുന്നുണ്ട്, ഇനി എനിക്ക് പറയാൻ സാധിക്കും, സ്റ്റുഡൻസ് ആണ് നമ്മുടെ ബേസ്. സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷനാണ് എന്നും ഒരു കോളേജിൻ്റെ പ്രോഗ്രാംസിനെ പിടിച്ചു നിർത്തുന്നതും. ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ ആക്ടിവിറ്റീസിൽ ഞങ്ങളുടെ വിജയങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട വിജയങ്ങളൊന്നാണ് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു എന്നത്. കഴിഞ്ഞ കൊല്ലങ്ങളിലെ അപേക്ഷിച്ച് നമുക്ക് പോയിന്റ് നിലവാരം മികച്ച രീതിയിൽ കൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും പ്രയത്നത്തിൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് നമ്മുടെ കായിക വിഭാഗം. ഇപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. പല പ്രോഗ്രാമുകളും, മരിയൻ ട്രോഫി, യുറേക്ക, ഫുട്ബോൾ ടൂർണമെന്റ്സ്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ കഴിഞ്ഞ വർഷം യൂണിയൻ നടത്തുകയുണ്ടായി. ഈ പ്രോഗ്രാംസ് ഒക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ട് നടത്തി നമ്മുടെ ക്യാമ്പസിനെ ലൈവ് ആക്കാനായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷം സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനിൽ ആഡ് ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മരിയൻ കലാലയത്തിൻ്റെ ഒരു പൊൻതൂവൽ നമ്മൾ സന്തോഷത്തോടെ ഇപ്പം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ നാക്കിൻ്റെ A++ ഗ്രേഡ്, നമ്മുടെ മരിയൻ കലാലയത്തിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമായിരുന്നു അത്. അത് തീർച്ചയായും ഇത്ര വർഷം കൂടുമ്പോൾ ഒരു സൈക്കിളിൽ നമുക്ക് ലഭിക്കുന്ന അംഗീകാരം, നമ്മുടെ ആ അംഗീകാരത്തെ തീർച്ചയായും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ടീമിനും കഴിഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. അതിൽ എന്നും നിങ്ങൾക്ക് അഭിമാനത്തോടെ നമ്മുടെ ഒരു നേട്ടമായി തീർച്ചയായിട്ടും പറയാൻ കഴിയും. നമ്മുടെ ഈ ഒരു യാത്രയിൽ ഇപ്പം ഞാൻ എണ്ണി പറഞ്ഞ ഓരോരോ നമ്മുടെ വിജയങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ ഈ ഒരു യാത്രയിൽ
ഒരുപാട് മുഖങ്ങൾ തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട നമ്മുടെ കോളേജിൻ്റെ നമ്മുടെ പിതാവിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ മാനേജർ അച്ഛൻ്റെ സപ്പോർട്ട്, നമ്മുടെ പ്രിൻസിപ്പൽ അജ്മോൻ സാറിൻ്റെ സപ്പോർട്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രോഗ്രാമായിട്ട് MCC ചെല്ലുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സാർ തന്നിട്ടുണ്ട്. അല്ലാണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ പോലും അക്കാഡമിക് ആവശ്യങ്ങളുമായിട്ട് പല സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴും ഒക്കെ സാറിൻ്റെ ആ ഒരു വലിയ സപ്പോർട്ട് എനിക്ക് എന്നും അത് ഓർക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസിനെല്ലാം സ്റ്റുഡൻസിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ ഈ ഹോള് ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മടി കൂടാതെ നമ്മൾ ചെന്ന് അച്ഛനെ സമീപിക്കുമ്പോൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഒരിക്കലും MCC ടീമിനും നമുക്കും മറക്കാൻ കഴിയുന്നതല്ല. പേഴ്സണലി എനിക്കും മറക്കാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജർ അച്ഛനുണ്ട്, അച്ഛൻ്റെ സപ്പോർട്ട്. അതോടൊപ്പം നമ്മുടെ MCCയുടെ ചാർജുള്ള നമ്മുടെ എറിക് സാറിൻ്റെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളുടെ ഈ ഒരു MCC ടീമിനെ ആ ഒരു ഫാമിലിയെ എന്നും ഒരു നല്ല ബോണ്ടിൽ കൊണ്ടുപോകാനായിട്ട് നമുക്കറിയാം, ഒരു ടീം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ടീമിനെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു യൂത്തിൻ്റെ പൾസ് അറിഞ്ഞ് നമ്മുടെ ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുപോകാനായിട്ട് സാറിൻ്റെ ആ ഒരു നേതൃത്വം ഉറപ്പായും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. MCCക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമല്ല എറിക് സാറിൻ്റെത്. എറിക് സാറിനോട് ഉള്ള എൻ്റെ അങ്ങേയറ്റം നന്ദി, ഞങ്ങളുടെ ടീമിൻ്റെ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. സാറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് നമ്മുടെ ജ്യോതിലക്ഷ്മി മിസ് ഉണ്ട്. ഈ സാറിനെയും ജ്യോതിലക്ഷ്മി മിസ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇവർ രണ്ടുപേരെയും ഹെഡ് ചെയ്ത നമ്മുടെ ഷൈജു അച്ഛനുണ്ട്. ഷൈജു അച്ഛൻ നമ്മുടെ MCCയുടെ ഒരു പില്ലർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അച്ഛൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഏതൊരാവശ്യത്തിനും അച്ഛൻ ഏത് സമയത്ത് നിങ്ങളുടെ ഒരു ആവശ്യത്തിനും വിളിക്കുമ്പോൾ അച്ഛൻ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നമുക്കിപ്പം ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒട്ടേറെ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം 6 മണിക്കും 8 മണിക്കും ഒക്കെ നമുക്ക് പെർമിഷൻ നീട്ടിക്കിട്ടാൻ, അപ്പം ആ സ്പോട്ടിൽ നമ്മൾ അച്ഛനെ വിളിക്കുമ്പം നമുക്ക് അച്ഛൻ ചെയ്തു തരേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി അച്ഛൻ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു നമുക്ക് ചെയ്തു തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. എപ്പോഴും അച്ഛൻ നമ്മുടെ ഒരു സഡൻ റീച്ചിങ് പോയിന്റ് ആയിട്ട് നമുക്ക് അച്ഛൻ എന്നും അവൈലബിൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇവിടുത്തെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസ് നമുക്ക് ചെയ്തു തന്ന സപ്പോർട്ട്സ്. അതോടൊപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്. സോ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തന്ന ആ ഒരു ആ ബേസിൻ്റെ പുറത്താണ് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. സോ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തന്ന ആ ബേസ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ഞാൻ ഇന്ന് നന്ദിയോടെ, ഇന്ന് ഒരു പക്ഷേ എൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലെ അവസാനത്തെ സ്പീച്ചായിരിക്കും ഇന്ന് എൻ്റെ. അപ്പം ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരവസരത്തിൽ ഈ ഒരു നന്ദി സൂചകമായി അറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സമയമെടുത്താണെങ്കിലും പറയുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള നന്ദി, HODയോടുള്ള നന്ദിയും എൻ്റെ ക്ലാസ് ടീച്ചറിനോടുള്ള നന്ദി, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള നന്ദി ഞാൻ അങ്ങേയറ്റം അറിയിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതോടൊപ്പം എന്നെ ഞാനാക്കി ഇവിടെ നിർത്തിയ എൻ്റെ ക്ലാസ്, എൻ്റെ 2nd MSW ക്ലാസ്, ഇന്ന് അവരിവിടെ ഇല്ല, അവർക്ക് ഇൻറ്റേൺഷിപ്പാണ്. സോ ഞാൻ ഇവിടെ വന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ആ ഒരു ബേസിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് കയറ്റിവിട്ടാണ് നമ്മൾ ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ടുള്ളത്. സോ അവരന്ന് എന്നെ വിടുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു എന്താ പറയുക, ഒരു നേതൃത്വത്തിലേക്ക് നമ്മളെ വിടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു പ്രതീക്ഷ, അവർക്കുണ്ടാകുന്ന സന്തോഷം. സോ എൻ്റെ പിന്നിലുണ്ടായിരുന്ന എൻ്റെ ക്ലാസ്സിലെ ആളുകൾ ഇന്നിവിടെ ഇല്ല, അവരില്ല എങ്കിലും അവരെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിലുപരി എനിക്ക് വ്യക്തിപരമായി നന്ദിയോടെ എൻ്റെ ഈ നിമിഷത്തിൽ ഓർക്കേണ്ട ചിലരുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എന്നെ ഞാനാക്കി എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഓർക്കുകയാണ് നന്ദിയോടെ. അതോടൊപ്പം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാമായി ഈ ഒരു വർഷക്കാലം എൻ്റെ കൂടെ നിന്ന എൻ്റെ MCC ടീം, 18 പേരടങ്ങുന്ന എൻ്റെ MCC ടീം, അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവരായിരുന്നു എൻ്റെ ബേസ്, അവരായിരുന്നു എൻ്റെ ശക്തി. നിങ്ങളും ശക്തിയാണ്, ഉറപ്പാണ്. പക്ഷേ ഞങ്ങൾ ഒരു ടീമായി വർക്ക് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. അവരെപ്പോഴും അറിയിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് അറിയിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങൾ അങ്ങേയറ്റം നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, എന്തൊക്കെ വെറൈറ്റി കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ടീമിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം വി വെയർ എ ഫാമിലി. സോ എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു
ടീമല്ല, എൻ്റെ ടീമാണത് എന്ന് ഞാൻ അഹങ്കാരത്തോടെ ഞാൻ ഓൺ ചെയ്യുന്ന എൻ്റെ ടീമാണത്. സോ അത് ഞാൻ പറയും. അതോടൊപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ ഒരു കോട്ടും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എന്തായാലും ഒരുപാടൊന്നും പോകുന്നില്ല, ഇനിയും ഒരുപാട് ആളുകൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. മേ ബി ദിസ് ഇസ് മൈ ലാസ്റ്റ് സ്പീച്ച് ആസ് എ ചെയർപേഴ്സൺ. സോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ പറയാറുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വിദ്യാഭ്യാസം എന്നത് ഒരുവന്റെ സമ്പത്തിൽ അവനൊരു അലങ്കാരവും അവൻ്റെ ആപത്തിൽ അവനൊരു ആശ്രയവുമാണ്. വിദ്യാഭ്യാസം ഒരുവന്റെ സമ്പത്തിൽ അവനൊരു അലങ്കാരം, അവൻ്റെ ആപത്തിൽ അവനൊരു ആശ്രയമാണ്. സോ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിവിടെ വന്നത് വിദ്യ അഭ്യസിക്കാനാണ്. സോ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു മൂല്യം പൂർണ്ണമായും ഒരു നിമിഷം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഞാൻ ചേർക്കുകയാണ്, പഠനം മാത്രമല്ല, പാഠ്യേതര രംഗത്തും മികവ് തെളിയിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്കറിയാം, മരിയനേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എക്സൽ ചെയ്യുന്നവരാണ്. ഒരിക്കലും അവർ അക്കാഡമിക്സിൽ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എടുത്തോട്ടെ, എന്ത് കാര്യങ്ങളാണല്ലോ ഒരു മടിയും കൂടാതെ എക്സൽ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നാളെയുടെ ഒരു പ്രതീക്ഷ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ എൻ്റെ മുന്നിലുള്ള കസേരകളിലിരിക്കുന്നത് എന്ന് പറയുന്നത് നാളെ ഒരു യൂത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അത് നാളെയുടെ പ്രതീക്ഷയാണ്. അപ്പം ഈ പ്രതീക്ഷ എന്നും നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കണം. നമ്മൾ പഠനത്തോടൊപ്പം മറ്റ് പാഠ്യേതര രംഗത്തും നിങ്ങൾ ഇപ്പം എങ്ങനെയാണോ അതിലും മികച്ചായി പോകാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ മുന്നിലുള്ള എല്ലാവരും അത്രയും കഴിവുള്ളവരാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ സ്ക്രിപ്റ്റഡായി ഒരിക്കലും നിങ്ങളോട് വന്ന് സംസാരിക്കാറില്ല. കാരണം സ്ക്രിപ്റ്റഡായി വെക്കുന്നതിനേക്കാളും ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ തന്നെയാണ്. കാരണം എങ്കിലേ ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ശരിയായി വരണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചേ പറ്റൂ. എൻ്റെ ആളുകളാണ്, എൻ്റെ ആളുകളോട് ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരോടാണ് ഞാൻ സംസാരിക്കാൻ ഞാൻ ചിന്തിക്കാറുണ്ട്. സോ അതുപോലെ തന്നെയായിരുന്നു എൻ്റെ എൻഡിങ് സ്പീച്ചും ഇന്നത്തെ സ്പീച്ചും. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഐ എം സ്പീക്കിംഗ് ഫ്രം മൈ ഹാർട്ട് ആൻഡ് I thank you all for making me a better person, for all the learnings, for all your love, for all your care, support, everything. എന്നെ ഒരു ബെറ്റർ ഞാനാക്കി മാറ്റിയതിന്, എനിക്ക് വേണ്ടുന്ന സജഷൻസും ലേണിങ്സും ഒക്കെ തന്നതിന്, പിന്നെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനോടും, എല്ലാ ഫാക്കൽറ്റീസ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്, നമ്മുടെ എല്ലാവരോടും ഉള്ള നന്ദി, ദി എൻറ്റയർ മാനേജ്മെൻറ്റിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ഈ ഒരു പോപ്പുലേഷൻ, എൻ്റെ സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ, എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്ന് ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്, എൻ്റെ ടീം പരിശ്രമിച്ചിട്ടുണ്ട്. സോ ദ എൻറ്റയർ മരിയൻ കമ്മ്യൂണിറ്റിയോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദിസ് ഇസ് മൈ ലാസ്റ്റ് സ്പീച്ച്. സോ ആൻഡ് സ്റ്റാൻലി സൈനിങ് ഓഫ്. താങ്ക് യു. Thank you, Anne, for your valuable words. I would like to invite His Excellency Bishop Marjos Pulikal, Manager Very Reverend Father Bobby Alex Mannamplakal, Principal Professor Dr. Ajimon George, Chakochan Sir, John Chetan, PTA Vice President Advocate Joseph J, and Chairperson Ms. Anne Stanley to kindly light the lamp and inaugurate the function. I request all other dignitaries to please join them.
thank you all. Please be seated. The patron of our college, His Excellency Bishop Mar Jose Pulikal, has always been a guiding light to all of us. With immense gratitude and joy, I invite you for the inaugural address. മരിയൻ ഓട്ടോണമസ് കോളേജിൻ്റെ 28ാമത് കോളേജ് ഡേ സെലിബ്രേഷൻ്റെ ധന്യമായ ഈ വേദിയുടെ അധ്യക്ഷ കോളേജ് ചെയർപേഴ്സൺ മിസ് ആൻ സ്റ്റാൻലി, രൂപതയുടെ വികാരി ജനറലും മരിയൻ കോളേജ് ഓട്ടോണമസ് കുട്ടിക്കാനത്തിൻ്റെ മാനേജരുമായ ഏറ്റവും ബഹുമാനപ്പെട്ട ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, നമ്മുടെ സമാദരണീയനായ നമ്മൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന മരിയൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കോളേജ് അഡ്മിനിസ്ട്രേറ്റർ പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് പൊങ്ങന്താനത്തച്ഛൻ, മരിയൻ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോബി സുറിയക്, ഡോക്ടർ കെ വി തോമസ്, ശ്രീ ജോബി ജോസ്, മരിയൻ കോളേജിൻ്റെ PTA വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ജോസഫ് ജെ, ഈ കോളേജിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ച് ഇന്ന് പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ചാക്കോച്ചൻ ജെ ഞാവള്ളിൽ, പ്രിയപ്പെട്ട ശ്രീ ജോൺ KS, ശ്രീ എറിക് തോമസ്, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട സന്യസ്തരെ, വിദ്യാർത്ഥിനികളെ, ഇത് മരിയൻ കോളേജിൻ്റെ ഒരു ഉത്സവ പറമ്പാണ്. മരിയൻ കോളേജിൻ്റെ ഒരു ആഘോഷ ദിനമാണ്. 28ാമത്തെ ഈ കോളേജ് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ വ്യത്യസ്തമായ വിഭവങ്ങൾ നമുക്കുണ്ട് ആഘോഷിക്കാൻ, ആസ്വദിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് നമുക്ക് ഈ കഴിഞ്ഞ നാളിൽ ലഭിച്ച വലിയൊരു അംഗീകാരം തന്നെയാണ്. മരിയൻ കോളേജിൽ ലഭിച്ച നാക്കിൻ്റെ A++ ഗ്രേഡ് 3.71 വളരെ ഉന്നതമായൊരു നിലവാരത്തിൽ നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്നുള്ളത് ഒരു ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവമാണ്. പക്ഷേ ഇത് ഒരു സദ്യയ്ക്ക് ഒരുമിച്ച് ഒരിക്കൽ മാത്രം വിളമ്പിയ ഒരു നിമിഷത്തെ പ്രയത്നഫലമല്ല, മറിച്ച് കോളേജിൻ്റെ ഇന്നലകളുടെ വളർച്ചയുടെ വഴികളിൽ നമുക്ക് ലഭിച്ച അംഗീകാരങ്ങളുടെ ഒരു പുതിയ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന നിലയിൽ മാത്രമാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത്. പക്ഷെ എങ്കിലും അത് വളരെ ആസ്വാദ്യകരമായ ഒരു വിഭവം തന്നെയാണ്. അതുപോലെ ഈ കോളേജിൻ്റെ സമഗ്രമായൊരു വളർച്ച കഴിഞ്ഞ നാളുകളിലൊക്കെ സംഭവിച്ചത്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അഭിമാനിക്കാൻ ഏറെ ഉണ്ടെന്ന കാര്യം റിപ്പോർട്ടിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, കേട്ടതാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുണ്ട്. അതെല്ലാം നമ്മുടെ അഭിമാനിക്കാനും ആസ്വദിക്കാനുമുള്ള വിഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇത്തിരി വ്യത്യസ്തമായ വികാരങ്ങൾ, രുചിക്കൂട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള അല്പം ഒരു പക്ഷെങ്കിൽ ഒരു വിരഹത്തിൻ്റെ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും പടിയിറക്കത്തിൻ്റെ സ്വഭാവമുള്ള 1-2 പേരുടെ ഇവിടെ നിന്നുള്ള വിരമിക്കലും അതും നമുക്ക് ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ വിശേഷം തന്നെയാണ്. ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു ഒത്തുചേരലാണ് ഇവിടെയുള്ളത്. അവധിക്കാലം കൂടി ആയതുകൊണ്ട് അധികം പേര് ഇവിടെ ഇല്ല എന്നുള്ളതും നമുക്കൊരു ഇത്തിരി സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ആവശ്യങ്ങൾ വന്നതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അക്കാദമിക അല്ലെങ്കിൽ
ക്ലാസ് അവസരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ടും ഇതുപോലൊന്ന് സംഘടിക്കാനും സാധിച്ചില്ലെന്നുള്ളതും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ചില അനുസ്മരണകളും ചില ചിന്തകളും പങ്കിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ പ്ലാനറ്റ് ഒരിക്കൽ മാത്രം സന്ദർശിച്ചിട്ട് കുറച്ചുകൂടി ഈ ഭൂമിയെയും ഈ ആവാസ വ്യവസ്ഥയെയും ഈ പരിസരങ്ങളെയും മനോഹരമാക്കിയിട്ട് മടങ്ങാനുള്ളതാണ് മനുഷ്യജീവിതം എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കൽ മാത്രം ഈ പ്ലാനറ്റ് സന്ദർശിക്കുവാൻ മാത്രം ഭാഗ്യം കിട്ടിയ വ്യക്തികൾ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് വിചാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കുന്ന ഈ നാളുകൾ കോളേജിൽ മാത്രമല്ല, ഈ ഭൂമുഖത്ത് നമ്മൾ പിറന്ന നാൾ മുതൽ ഇവിടെ നിന്നും അന്ത്യശ്വാസം വലിച്ചു തിരിച്ചു പോകുന്ന ആ നാൾ വരെയുള്ള കാലഘട്ടത്തെ എങ്ങനെ വേണ്ട വിധം അർത്ഥപൂർണമാക്കണം, ശരിയായ വിധം പ്രഭാപൂരിതമാക്കണമെന്ന് നിർണയിക്കുന്നതിൻ്റെ പിറകിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഒരാൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം. അതിന് സംശയമൊന്നുമില്ല. ഇവിടെ പറഞ്ഞവരെല്ലാം അത് പറഞ്ഞു കടന്നു പോയവരാണ്. ഇവിടെ ഉള്ളവരൊക്കെ അത് അനുഭവിക്കുന്നവരാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അക്കാദമിക തലങ്ങളിൽ ഒരു ബ്രെയിൻ തലത്തെ മാത്രം സ്വാധീനിക്കുന്ന ഒന്നല്ല, മറിച്ചത് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം ഒരു യാഥാർത്ഥ്യത്തെ അതിൻ്റെ തനിമയിൽ സമഗ്രതയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് മരിയനെ മരിയനാക്കി മാറ്റി നിർത്തുന്നത്. എല്ലാ അർത്ഥത്തിലും സമഗ്രതയിൽ ഒരു വ്യക്തിത്വത്തെ പാകപ്പെടുത്തിയെടുക്കാൻ, ഈ ഭൂമിയിലുള്ള എൻ്റെ അസ്തിത്വത്തെ ഏറ്റവും കൃത്യമായ രീതിയിൽ നിർവചിക്കാൻ പാകത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം, അതിനുള്ള ഒരു സംവിധാനം, അതിനുള്ള പരിസരം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് മരിയൻ കോളേജിൻ്റെ അനന്യത എന്ന് പറയാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടെ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പുറകിൽ ആരൊക്കെയുണ്ട്? നിങ്ങളെല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. ഇത് ഒരു ഒറ്റയാൻ പട്ടാളത്തിൻ്റെ പണിയല്ല, മറിച്ച് ഒരുപാട് പേരുടെ ചേർത്ത് പിടിക്കലാണ്. അങ്ങനെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് ഇവിടെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മരിയൻ കോളേജ് എന്ന ഈ പ്രകാശഗോപുരത്തെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ആവേശത്തോടെ ഇതിൻ്റെ ഭാഗമായി മാറാനും കഴിയേണ്ട ദിവസം കൂടിയാണ് ഇതുപോലത്തെ ഒരു ഹോം ഡേ. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും എന്ന് ഞാൻ കരുതുകയാണ്. അഭിമാനപൂർവ്വം ഇവിടെ നമ്മൾ ആസ്വദിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമെന്നോ അഭിമാനമെന്നോ സന്തോഷമെന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് ചേർത്ത് പിടിക്കാം. ഇനിയും മരിയൻ ഒത്തിരി കാലം നടക്കാനുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മളിവിടെ എന്ത് ആയിരിക്കുന്നു എന്നുള്ളത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എന്തായിത്തീരണം എന്നുള്ളത് ഒക്കെ നിർവചിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇവിടുത്തെ ജീവിതം. എന്തായിരിക്കുന്നു, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ നിർവചിക്കപ്പെടേണ്ട സമയമാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ദൈവാനുഗ്രഹത്താൽ ഉണ്ട്. ദൈവം നല്ലത് മാത്രമേ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ മനുഷ്യജന്മം ഈ ഭൂമിയിൽ എത്ര നാൾ ഉണ്ടെങ്കിലും അത് ഇവിടെ സന്ദർശനം നടത്തി മടങ്ങുമ്പോൾ പൂർണ്ണതയിൽ തന്നെ തിരിച്ചു പോകണം, ചെയ്യാനുള്ളതെല്ലാം പൂർണ്ണതയിൽ പൂർത്തിയാക്കണമെന്ന് തന്നെയാണ്. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ അത് നടക്കില്ല. ദൈവത്തിന് അങ്ങനൊരു പരിമിതിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ദൈവത്തിന്റെ പരിമിതിയല്ല, പക്ഷെ ദൈവം ആഗ്രഹിച്ചാൽ നടക്കില്ല. ഞാൻ കൂടി സഹകരിക്കണം. എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ ദൈവത്തോട് ഞാൻ സഹകരിക്കുമ്പോൾ, അതിനുള്ള സംവിധാനങ്ങളോട് സഹകരിക്കുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിൽ നമുക്കൊക്കെ ഇവിടെ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മക്കളെ, നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ഇവിടെ നല്ലൊരു ടീമുണ്ട്, മാനേജ്മെന്റിന് ഒരു ദർശനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഈ കോളേജ് പരിസരത്തിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് എങ്ങനെ എന്തൊക്കെ നേടാൻ കഴിയണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ദർശനം ഈ മാനേജ്മെന്റിനുണ്ട്. അതൊക്കെ തന്നെയാണ് എളിയവരായ ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും. ഈ ആഗ്രഹം വേണ്ട വിധം ഇവിടെ നടപ്പിലാക്കുന്നതിന് ഇവിടെയുള്ള മാനേജ്മെന്റിന്റെ പ്രതിനിധികളും ഒപ്പം ഇവിടെയുള്ള പ്രഗത്ഭരായ പ്രൊഫഷണൽസ് ആയിട്ടുള്ള അക്കാദമിക മേഖലയിൽ വലിയ മികവ് നേടിയ അധ്യാപകരും അവരെ നയിക്കുന്ന പ്രിൻസിപ്പലുമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അജിമോൻ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നല്ല ഒരു അധ്യാപക നിര, പ്രൊഫഷണൽ ആയിട്ടുള്ളവർ നമുക്കിവിടെ ഉണ്ട്.
അങ്ങനെയുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനതുകൊണ്ട് അധ്യാപകരെയും അനധ്യാപകരെയും ഒരുമിച്ച് കൈകോർത്ത് മാനേജ്മെൻറ്റിനോട് ചേർന്ന് നീങ്ങുന്ന നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിനെയും നിങ്ങളുടെ ആത്മാർത്ഥമായ സമർപ്പണത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമയത്ത് നല്ല വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു കയ്യടി നിങ്ങൾക്കെല്ലാം വേണ്ടി സമ്മാനിക്കുന്നു. അപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്റ്റുഡൻറ് കൗൺസിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ, കൗൺസിൽ മെമ്പേഴ്സ്, അതിനെ നയിച്ച ആൻ സ്റ്റാൻലി തുടങ്ങിയവരൊക്കെ വളരെ മിടുക്കരാണ്, പ്രഗത്ഭരാണ്. അവരുടെ വാക്കുകളും അവരുടെ സാന്നിധ്യവും സമീപനങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായി. തീർച്ചയായിട്ടും അവരെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ ഒരു അക്കാദമിക വർഷത്തിലെ അവരുടെ നല്ല ഒരു പ്രവർത്തന വിജയം പ്രത്യേകം എടുത്തു പറഞ്ഞും ശ്ലാഘിച്ചും കൊണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ വലിയ കയ്യടിയൊക്കെയാകാം അല്ലേ? നിങ്ങളുടെ എല്ലാം കണ്ണുകളിലെ തിളക്കം ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഇനി എനിക്ക് പറയാനുള്ള വാക്കുകൾ ഈ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. നമ്മുടെ ചാക്കോച്ചൻ സാറ് ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ വളരെ വ്യക്തിപരമായ അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് നിലയിലൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള വലിയ പരിചയമുണ്ട്. സാർ 27 വർഷങ്ങൾ വളരെ ക്രിയാത്മകമായ, ബൗദ്ധികമായ, ആശയപരമായ, അതുപോലെ ഒരു വലിയ സമർപ്പണം നടത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്നും പടിയിറങ്ങുന്നത്. ഇതിനു മുമ്പ് പല സ്ഥാപനങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഒരു ശുശ്രൂഷാ ദൗത്യം ഈ കോളേജിൽ തന്നെയായിരുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. ഡോക്ടർ ഡാലി, വൈഫ് ആൻഡ് ചിൽഡ്രൻ, അവരൊക്കെ ഇവിടെ സന്നിഹിതരാണ്. അവരെല്ലാം ഞാൻ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഓർക്കുന്നു. സാറിൻ്റെ സംഭാവനകൾ അക്കാദമിക തലങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്താനാവുന്നതല്ല എന്നത് നമ്മളെല്ലാം അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. നമ്മുടെ കോളേജിന് റൂസ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തതിലൂടെയാണ് 5 കോടി രൂപ ലഭിച്ച് അങ്ങനെയുള്ള അതിൻ്റെ ഒരു വളർച്ചയിൽ, ഭൗതിക വളർച്ചയിൽ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് വലിയൊരു സഹായകമായി മാറിയത്. അതിൻ്റെ കോർഡിനേറ്റർ സാറായിരുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകം ഈ സമയത്ത് ഓർത്ത് അഭിമാനത്തോടെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അപ്പം ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നമ്മുടെ ഈ മരിയൻ കോളേജിൽ ജീസസ് യൂത്തിൽ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലെ ഒരു ചാലക ശക്തി നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറാണ്. 2018-21 കാലയളവിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായിരുന്ന സാറ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി വളർത്തിയെടുക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചു. ഒരാളുടെ മാത്രം പ്രയത്നം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ സാറിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എന്ന നിലയിലുള്ള ആ വളരെ സമൃദ്ധമായ അദ്ദേഹത്തിൻ്റെ മികവ്, അക്കാദമിക മികവ്, കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധേയമാണെന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് എ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്കിൻ്റെ പ്രസിദ്ധീകരണവും നൂതനമായ സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയും അങ്ങനെയുള്ള പലതും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിയുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്നതിനിടയാക്കിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഞാൻ ഈ സമയത്ത് വളരെ അഭിമാനത്തോടെ ഓർക്കുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ കോളേജിൻ്റെ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വർഷങ്ങളായിട്ട് തൻ്റെ കഴിവ്, അറിവ്, സമയം, സിദ്ധി, സാധ്യത എല്ലാം ചെലവഴിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സാറിന് ഈ കോളേജിനോട് അത്രമാത്രം വലിയൊരു ബന്ധമുണ്ട്. ഇവിടെ നിന്നും പടിയിറങ്ങുന്നില്ല എന്ന് ആദ്യം നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു സ്ഥാപനത്തോട് അങ്ങനെ മറന്നിറങ്ങാൻ ആർക്കും പറ്റുകയില്ല. ഇവിടെ നിന്നും ഔദ്യോഗികമായിട്ടുള്ള വിരമിക്കലിൻ്റെ കാലത്ത് അദ്ദേഹം പടിയിറങ്ങുന്നെങ്കിൽ പോലും ഈ കോളേജുമായിട്ടുള്ള ആത്മബന്ധവും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും തുടർന്നും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇനിയുള്ള കാലവും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുവാൻ കൈറോസ് മാഗസിൻ്റെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഒരു സമുച്ചയം തന്നെ സാറിനുണ്ട്. ഈ മേഖലയിലെല്ലാം തുടർന്നും ശക്തമായ സാന്നിധ്യമായിട്ട് സഭയിലും സമൂഹത്തിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുവാൻ സാറിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രൂപതയുടെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിലും സാറിൻ്റെ സംഭാവനകൾ വിലപ്പെട്ടതാണ്. അത് ഇനി ഒരുപക്ഷെ കൂടുതലായിട്ട് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവ്വം ചാക്കോച്ചൻ സാറിന് നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KS ജോൺ, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് നന്നായിട്ട്. വളരെയേറെ വർഷങ്ങൾ ഈ കോളേജിൽ 28 വർഷങ്ങൾ ഈ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, വൈഫും മക്കളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ വലിയ അഭിമാനമുണ്ട്.
ഇത് മാത്രമല്ല PDSന്റെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പിരമിഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സോഷ്യൽ വർക്ക് വിങ്ങിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതും ഞാൻ ഓർക്കുന്നു. വെറുമൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നതിനേക്കാളും ഈ കോളേജിനെ സ്നേഹിച്ച, കോളേജിൻ്റെ പൾസ് അറിഞ്ഞ് പ്രവർത്തിച്ച, ഇതിൻ്റെ ഭാഗമായി ജീവിച്ച, ഇതിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ തരത്തിലും സഹായകമായി മാറിയ, വളരെ സരസമായും സ്നേഹത്തോടു കൂടിയും ഒക്കെ പ്രവർത്തിച്ച, എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിശാല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ജോൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ജോണിൻ്റെ ഈ കഴിഞ്ഞ നാളുകളിലെ 28 വർഷങ്ങൾ പിന്നിട്ട് ആ പ്രവർത്തനങ്ങൾ ചെറുതല്ല, വളരെ വലിയ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അക്കാദമിക മേഖലകളിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്, പക്ഷേ അതിലുപരി അദ്ദേഹത്തിൻ്റെ വിവിധങ്ങൾ എല്ലാ മേഖലകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു കോളേജിനെ കോളേജാക്കി മാറ്റുന്നത് അധ്യാപകർ മാത്രമല്ല, അവിടുത്തെ അനധ്യാപകരുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു റാപ്പോ, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പരിസരം സൃഷ്ടിക്കാനായിട്ട് അക്കാദമികവും എല്ലാ തരത്തിലും മികവുറ്റതുമായ ഒരു പരിസരം സൃഷ്ടിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ചടുലമായ വളരെ സരസമായ മനസ്സോടുകൂടിയ സമീപനങ്ങളൊക്കെ സഹായകമായി മാറിയിട്ടുണ്ട്. ഒത്തിരി പേർക്കും അദ്ദേഹം ഒരു നല്ല സുഹൃത്തായിരുന്നു, എല്ലാവർക്കും സുഹൃത്തായിരുന്നു. പ്രിയപ്പെട്ട ജോണിനെയും ഫാമിലിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ജോണിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി തൽക്കാലം ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഒരുമിച്ച് നമുക്ക് മുന്നേറാൻ പറ്റണം. ഇവിടെ മാനേജ്മെൻറ്റും അധ്യാപകരും രണ്ടല്ല ഒറ്റക്കെട്ടാണ്, ഒരുമിച്ചാണ് നീങ്ങുന്നത്. അതാണ് കുട്ടികൾ നിങ്ങൾ നോക്കുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം അതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. നമുക്ക് വലിയ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ അംബാസഡേഴ്സ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്നും ഈ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന നിങ്ങൾ തന്നെയാണ് ഈ മരിയൻ കോളേജിൻ്റെ അംബാസഡേഴ്സായിട്ട് പുറത്തു പോകുന്നത്. തീർച്ചയായിട്ടും അതിന് എല്ലാവരും സന്നദ്ധരുമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, നാക്കിൻ്റെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ നാക്ക് വിസിറ്റ് ഇവിടെ വന്നപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങളെല്ലാം കണ്ട ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരു കുറവും വരരുതെന്ന് ആഗ്രഹിച്ചു. അത് വെറുതെ ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല, ടീമായിട്ട് വർക്ക് ചെയ്തു, നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ഇവിടെയുള്ള ഓരോ മണൽത്തരിയും എവിടെ കിടക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇവിടുത്തെ സ്റ്റുഡൻസ് നിശ്ചയിച്ചു. അതാണ് മരിയൻ കോളേജ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഔപചാരികമായി ഈ 28ാമത് മരിയൻ കോളേജ് ഡേ ഇനോഗ്രേറ്റ് ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. Thank you, Your Excellency. Our manager, Very Reverend Father Bobby Alex Mannamblakal, is a pillar of strength to our college. In every significant occasion, his presence is always felt on the campus as a guiding light. Father, I invite you for the managerial address. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷനും മരിയൻ കോളേജിൻ്റെ പേട്രനും മരിയൻ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാനുമായ അഭിമന്യ ജോസ് പുളിക്കൽ പിതാവേ, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷയും MCSCയുടെ ചെയർപേഴ്സണുമായ മിസ് ആൻ സ്റ്റാൻലി, ഏറ്റവും ആദരണീയനായ നമ്മുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, നമ്മുടെ പ്രിയങ്കരനായ അഡ്മിനിസ്ട്രേറ്റർ സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് പൊങ്ങന്താനത്തച്ച, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ജെ, ഇന്ന് നമ്മൾ സവിശേഷമായിട്ട് ഓർത്ത് ആദരിക്കുന്ന, ഔപചാരികമായിട്ട് മരിയൻ കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന ഡോക്ടർ ചാക്കോച്ചൻ ഞാവളിൽ, അതുപോലെ തന്നെ ശ്രീ ജോൺ KS, ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, and the pride of Marian, that is our beloved students.
ഈ വർഷത്തെ നമ്മുടെ കോളേജ് ഡേ അല്പം വ്യത്യസ്തമായിട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യം നമുക്കറിയാം. നാം ഈ വർഷം ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി അവിടെ ഈ ആഘോഷം നമുക്കെല്ലാവർക്കും സമ്മേളിക്കാവുന്ന വിധത്തിലുള്ള സ്പേസ് റെഡിയാക്കി ആഘോഷം നടത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഷെഡ്യൂൾ അല്പം പിൻപിലായി പോയതുകൊണ്ട് ഈ വിധത്തിൽ പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പുറത്ത് പന്തൽ വിട്ടില്ല. അതിൻ്റേതായ ചില അസൗകര്യങ്ങളുണ്ടെങ്കിലും ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ us ടു തിങ്ക് എ ലിറ്റിൽ ഡിഫറൻ്റ്ലി. ഇവിടെ എല്ലാവരും പറയേണ്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ചില പ്രധാന മേഖലകളുണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ. അതിലൊന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളോട് വിട പറയുന്നവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് മുന്നോട്ടുള്ള അവരുടെ നല്ല ജീവിതത്തിനുള്ള ആശംസകൾ നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം നാം എല്ലാവരും സന്തോഷം പങ്കുവയ്ക്കുകയും പരസ്പരം അഭിനന്ദിക്കുകയും ചെയ്യുക. നമ്മുടെ നാക് റീ അക്രഡിറ്റേഷൻ 4th സൈക്കിൾ അതിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനപ്പുറമായിട്ട് ഞാൻ 1, 2 അല്ലെ 3 ചെറിയ ഓർമ്മകൾ ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് പിൻവാങ്ങിക്കൊള്ളാം. എനിക്ക് തോന്നുന്നു അതിലൂടെ 1-2 കാര്യങ്ങൾ പറയുക പ്രധാനമാണ് എന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ഏറ്റവും അവസാനം ഈ മീറ്റിംഗ് തൊട്ട് മുമ്പ് വരെ ഉണ്ടായ കാര്യത്തിൽ അങ്ങ് തുടങ്ങാം. ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുന്ന ഒരുക്കമായിട്ട് കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെൻറ്ററിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്കൂട്ടറിൽ വന്നിറങ്ങി ഓടി എൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകന് മരിയൻ കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വലിയ സ്വപ്നമാണ് മരിയൻ കോളേജിൽ പഠിക്കുക എന്നുള്ളത്. മാർക്ക് ഒരല്പം കുറഞ്ഞു പോയി, അച്ഛനൊന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് ആ മനുഷ്യയോട് സംസാരിക്കേണ്ടി വന്നു. ഇതിൻ്റെ സാഹചര്യങ്ങളും ജോസഫ് അച്ഛൻ വന്ന് ഓൾറെഡി കണ്ടെന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഒരു 4-5 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ കോട്ടയത്ത് നിന്നൊരു കുടുംബം, ഒരു അപ്പനും അമ്മയും ഒരു ചെറുപ്പക്കാരനും കൂടി കാഞ്ഞിരപ്പള്ളി ഇതുപോലെ വന്നു. പിതാവിനെ കാണണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ കണ്ടു. അവർ കയ്യിൽ കാണിച്ചു ബാംഗ്ലൂരുള്ള പ്രസിദ്ധമായിട്ടുള്ള പാരമ്പര്യമുള്ള സെയിൻറ്റ് ജോസഫ്സ് ഓട്ടോണമസ് കോളേജ് ഈ വർഷം അത് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. അവിടെ അഡ്മിഷൻ കിട്ടിയ ഓഫർ ലെറ്ററാണെന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയൊന്നുമില്ല. അത് കാണിച്ചിട്ട് പറഞ്ഞു, അവന് ബാംഗ്ലൂര് ആ പ്രസിദ്ധമായ കോളേജിൽ അഡ്മിഷൻ കിട്ടി, പക്ഷെ അവനെ കേരളത്തിൽ പഠിക്കാൻ വിടണമെന്നാണ് ഞങ്ങൾ ഒറ്റ മകനേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. കേരളം പരിഗണിച്ചപ്പോൾ മരിയനിൽ തന്നെ പഠിക്കണമെന്നാണ് ആഗ്രഹം. എങ്ങനെയെങ്കിലും സഹായിക്കണം. ഞാൻ പറഞ്ഞു വരിക, ഇതൊരുപാട് പേരുടെ സ്വപ്നമാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ ഈ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളുടെ പരമ്പര ഞാനൊന്ന് അവസാനിപ്പിക്കാം. ഇടുക്കി ജില്ലയുടെ ഏറ്റവും വിദൂരമായ തോട്ടം മേഖലയിലുള്ള തോട്ടം തൊഴിലാളിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ മകനെയുമായിട്ട് കഴിഞ്ഞ വർഷം കാഞ്ഞിരപ്പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അവന് 95.something% മാർക്കുണ്ട്. അവൻ ആഗ്രഹിച്ച പ്രോഗ്രാമിന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടില്ല. എങ്ങനെങ്കിലും സഹായിക്കണം. അവൻ ഓരോ ദിവസവും ഏതാണ്ട് 25 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ബസ്സിനും മറ്റു വിധത്തിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്താണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇത്രയും മാർക്കും മേടിച്ചു. അച്ഛൻ എങ്ങനെയെങ്കിലും സഹായിക്കണം. തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥി ആഗ്രഹിച്ച വിഷയത്തിന് എയ്ഡഡ് സെക്ഷനിൽ ഇപ്പോൾ ഒരു പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. കാരണം മാനേജ്മെൻറ്റ് കോട്ടായിൽ പിതാവും കൂടെ അറിഞ്ഞ് ആ തോട്ടം തൊഴിലാളി വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുത്തു. ഈ കൂടി ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് പേർക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വഴിയൊരുക്കിയ ഒരു കലാലയമാണിത്. ഈ സ്വപ്നങ്ങൾക്ക് അടിത്തറയിട്ടത് കാഞ്ഞിരപ്പള്ളി രൂപതയാണ്. നമ്മുടെ അഭിമന്യ വട്ടക്കുഴി പിതാവ്, അഭിമന്യ മാത്യു അറക്കൽ പിതാവ്, അഭിമന്യ ജോസ് പുളിക്കൽ പിതാവ്, ഇവർ ചേർന്ന് നമ്മൾക്ക് വേണ്ട ദിശാബോധം നൽകി. അവരുടെ സ്വപ്നത്തോട് ചേർന്ന് നാം ഓരോരുത്തരും സ്വപ്നങ്ങൾ നെയ്തു. ഒരുപാട് കുടുംബങ്ങൾ, ഹൈറേഞ്ചിൻ്റെ വിവിധ മേഖലയിലുള്ളവർ തൊട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുള്ള ധാരാളം യുവജനങ്ങൾ വിദ്യാഭ്യാസം നേടി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ സ്വപ്നങ്ങൾ, ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ നമുക്ക് ഈ മരിയനോട് വലിയൊരു കടപ്പാടുണ്ട്. ആ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട്
ഇവിടെയുള്ളവരാണ് നിങ്ങൾ വിദ്യാർത്ഥികളും. 1, 2, 3, 4 ഒക്കെ വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് മരിയനിലേക്ക് വരും. അഭിമാനത്തോടെ പറയും, ഈ മരിയനിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണ് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിലും എൻ്റെ കരിയറിലും ഒക്കെ വിജയിക്കുവാനായിട്ട് നൽകപ്പെട്ടത് എന്ന്. അത് നിങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് UAE-യിൽ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള മരിയൻ അലുമിനായി ചാപ്റ്ററിൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആരോ അയച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. എത്ര അഭിമാനത്തോടു കൂടിയാണ് മരിയൻ കോളേജിൽ പഠിച്ച് വ്യത്യസ്ത തലങ്ങളിൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE-യിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും ഒത്തുചേർന്ന് അവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്, സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത്, ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെട്ടിരിക്കുന്നത് തോന്നി, ഒത്തിരി സന്തോഷം തോന്നി. ആ ഒരു ഓർമ്മ ഇവിടെ ഞാൻ പങ്കുവയ്ക്കട്ടെ. നമുക്ക് ഒന്നിച്ച് ഇനിയും മുന്നോട്ട് സ്വപ്നം കാണാം. ഒരുപാട് പേർക്ക് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം. എനിക്ക് വേണ്ടി മാത്രമുള്ള സ്വപ്നമല്ല. എനിക്ക് അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് വേണ്ടി ഒത്തിരി നേടാനുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങൾക്കും അതിനപ്പുറമായിട്ട്. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഇവിടെ പല സൂചിപ്പിക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ NAAC റീ അക്രഡിറ്റേഷൻ 4th സൈക്കിളിനോടനുബന്ധിച്ച്, പ്രത്യേകിച്ചും അതിൻ്റെ വിസിറ്റിനോടനുബന്ധിച്ച് കൂടുതലായിട്ടും നമുക്ക് മരിയൻ കോളേജിനെ സംബന്ധിച്ച് അതിൻ്റെ ആത്മാവിനെ കണ്ടെത്തുവാൻ, അല്ലെ തേടുവാനുള്ള, ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള ഒരവസരമായിരുന്നു. ഇറ്റ് വാസ് എ റിയൽ ഫ്രൂട്ട്ഫുൾ ടൈം ഓഫ് സോൾ സെർച്ചിങ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. മരിയൻ ഫാമിലി എന്ന നിലയിൽ നമ്മൾ നമ്മളെ തന്നെ ഒത്തിരി കണ്ടെത്തിയ ആഴങ്ങളിൽ ഇനിയും കണ്ടെത്തുവാനിരിക്കുന്നു. തീർച്ചയായിട്ടും നാം ആരാണ്? ഒരു സ്ഥാപനം അല്ലെ ഒരു കുടുംബം എന്ന നിലയിൽ ഇവിടുത്തെ അധ്യാപകരുണ്ട്, മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുണ്ട്, അനധ്യാപകരുണ്ട്, അവിടെ കുടുംബാംഗങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുണ്ട്, പൊതുസമൂഹത്തിലുള്ളവരുണ്ട്, നമ്മെ പുറത്തു നിന്നും അകത്തു നിന്നും കാണുന്ന ധാരാളം പേരുണ്ട്. അവരോട് എല്ലാവരും ചേർന്ന് നാം ആരാണ് എന്ന് വീണ്ടും ആഴങ്ങളിൽ കണ്ടെത്തുവാനും നമ്മൾ തന്നെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി പുനരർപ്പണം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇവിടെ പലരും, പ്രത്യേകിച്ച് അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ, നാം കണ്ടെത്തിയ, നാം തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ മുമ്പ് അറിയാവുന്നത് നമ്മൾ കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി, യു ആർ ദ പ്രൈഡ് ഓഫ് മരിയൻ. NAAC പിയർ ടീം വിസിറ്റിൻ്റെ ചെയർമാൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, യുവർ സ്റ്റുഡൻസ് ഓൺ ഇറ്റ് ബിഗ് ടൈം. നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തെ നിങ്ങൾ ഹൃദയത്തിൽ, നെഞ്ചിൽ ഏറ്റി. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഓരോ മണൽത്തരിയും എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഒരു പങ്കുണ്ടായിരുന്നു. ഭാവിയിലും നിങ്ങൾ അതിൻ്റെതായ റോൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതാണ് ഈ കലാലയത്തെ ശ്രേഷ്ഠമാക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഇവിടെ നിന്ന് കിട്ടിയ ആ വാല്യൂ നിങ്ങളെ സ്വന്തമെന്ന് കരുതുവാൻ എവിടെ പോയാലും നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്തിനേയും ആപത്തിൽ കാണുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ കാര്യമായിട്ടൊരു കൈകൊട് കൊടുക്കുക. നിങ്ങൾ പ്രതിനിധികളായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നമുക്ക് പരസ്പരം അവലംബിച്ചുകൊണ്ട് ഒരു വലിയൊരു കൈകൊട് കൊടുക്കാം. അതുപോലെ ഇവിടെ അധ്യാപകരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പറ്റുന്നതല്ല എന്നറിയാം. എങ്കിലും പ്രതീകാത്മകമായിട്ടാണെങ്കിൽ അങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണം, നിങ്ങൾക്ക് ഓരോരുത്തരും ജോലിയോടും ഈ ശുശ്രൂഷയോടുമുള്ള പ്രതിബദ്ധത, അതാണ് മരിയനെ മരിയനാക്കുന്നത്. വെറുതെ ഒരു ശമ്പളത്തിലുള്ള ഉദ്യോഗമായിട്ടല്ല ഇവിടെയുള്ള അധ്യാപകർ ആരും അതിനെ കാണുക. അതിനെ ഒരു ശുശ്രൂഷയായിട്ടാണ്, സമർപ്പണമായിട്ടാണ്. അത് കൂടുതൽ വെളിവാകുന്നത് ഇതുപോലുള്ള അവസരങ്ങളിലാണ്. അപ്പോൾ നിങ്ങളുടെ സമർപ്പണത്തെ പ്രതി, നിങ്ങളുടെ ത്യാഗത്തെ പ്രതി വളരെ പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്, നിങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനിയും ഓഫീസ് സ്റ്റാഫ്, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ഡെയിലി വേജസിലുള്ളവർ തൊട്ട് ഉള്ള ആൾക്കാർ എല്ലാവരും അവരുടേതായ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞാൻ ഈ അവസരത്തെ, മറ്റവസരങ്ങൾ അധികം കിട്ടാത്തതുകൊണ്ട് ഒന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ദ ഗോൾഡൻ സെഗ്മെന്റ് ഓഫ് അവർ ഫാക്കൽറ്റി. ഗോൾഡൻ എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സൂപ്പർ ആനിമേഷൻ കഴിഞ്ഞിട്ട് മറ്റ് വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ വളരെ ദീർഘകാലം ശുശ്രൂഷ, അക്കാഡമിക് ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും
ശുശ്രൂഷ ചെയ്ത് ഈ മരീനെ സ്നേഹിച്ച് നമ്മുടെ ആവശ്യപ്രകാരം എവിടെ ആയിരിക്കുന്ന സീനിയർ ഫാക്കൽറ്റി ഉണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ എടുത്തു പറയേണ്ടതാണ്. മരിയന് ഒരു ചെറുപ്പമായിട്ടുള്ള സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെയുള്ളവരുടെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും സീനിയറായ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒന്നിൻ്റെ പേര് സാമ്പിൾ ഞാൻ പേരെടുത്ത് പറയാം. നമ്മുടെ ജോസ് ജെയിംസ് സാറ്, നമ്മുടെ മരിയൻ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ ആയിരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളവരുടെ സേവനം നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന ഡോക്ടർ മുരളി വല്ലഭൻ. ഈ രണ്ടുപേരുടെ പേര് ഞാൻ സാമ്പിളിന് ഏറ്റവും സീനിയർ പൊസിഷൻ വഹിക്കുന്ന സാമ്പിൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ആ സെഗ്മെൻറ്റിൽപ്പെട്ട ഗോൾഡൻ സെഗ്മെൻറ്റിൽപ്പെട്ട നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രചോദനവും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടേതായിട്ടുള്ള വളരെ മെച്യൂറായിട്ടുള്ള ആ ഇടപെടലും എല്ലാം ഒത്തിരിയേറെ മരിയൻ്റെ അക്കാഡമിക് എക്സലൻസിനും അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റിൽമെൻറ്റ് സഹായിക്കുന്നുണ്ട്. ആ സാഹചര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളുടെ സാന്നിധ്യത്തിന്, ഇന്നത്തെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ, ഇത്രയും മനോഹരമായ ഈ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. വീണ്ടും നാക് PF ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചെയർമാൻ തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞങ്ങൾ ഇന്ത്യയിലുടനീളം പല ക്യാമ്പസുകളിൽ ഇതുപോലുള്ള വിസിറ്റുകൾക്ക് പോകാറുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായ ക്യാമ്പസുകൾ വളരെ ചുരുക്കമായിട്ട് കാണാറുള്ളൂ. വലിയ യൂണിവേഴ്സിറ്റികളിലും ചെറിയ കോളേജുകളിലും ഉൾപ്പെടെ പോകുമ്പോൾ ഇന്ന് മരിയൻ കോളേജ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള, എല്ലാ ഇഞ്ച് സ്ഥലവും ഉപകാരപ്രദമായിട്ട്, വെറുതെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, യൂസ്ഫുൾ ആയിട്ട് ക്രമീകരിച്ചെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ജോസഫ് പൊങ്കനാനത്തച്ഛൻ. അതുകൊണ്ട് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറയാൻ നിൽക്കുന്നില്ല. ഈ വേദിയിൽ അത് അനുസ്മരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, അഭിനേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഏറ്റു പറയുകയാണ്. നമുക്ക് ജോസഫ് അച്ഛൻ ഒരു കൈയ്യടി കൊടുക്കണ്ടേ? ജോസഫ് അച്ഛൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഓരോന്നിൻ്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും മനസ്സിലായിട്ട് കാണുകയില്ല. എന്തിനാണ് ആ കോർണർ, എന്തിനാണ് ആ കല്ല് അവിടെ വെച്ചിരിക്കുന്നത് പോലും അതിനൊരു കാരണമുണ്ട്. അത് നിങ്ങൾ ഒന്ന് ചോദിച്ച് കണ്ടു കേട്ട് അറിയുവാൻ ശ്രമിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഈ സമയത്ത് ഞാൻ വയ്ക്കുകയാണ്. ഇനിയും നാക്കിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും പറഞ്ഞു വരുന്നുവെങ്കിലും ഈ നാക് ടീമിനെ മുഴുവൻ നയിച്ച തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൻ സാറുണ്ട്. സാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേൽനോട്ടത്തിൽ ആയിരിക്കുമ്പോൾ സാറിനോട് ചേർന്ന് ഈ ടീമിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ബിനു തോമസ് ആണ്. സാർ ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, അത് ഒന്ന് കൈയ്യടി കൊടുത്താലോ. സാറിനോട് ചേർന്ന് നാക് ടീമിലെ അംഗങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കണം. അതിൽ പ്രസന്റ് ആയിട്ടുള്ളവർ. ബാക്കി ആരുണ്ട് ഇവിടെ? നമ്മുടെ IQSC ടീം ഐ മീൻ KV തോമസ് സാറ് കൊടുത്തോണ്ട് പറഞ്ഞു. എല്ലാവരും അറിയാവുന്നവരാണല്ലോ. നാണോ എന്ന് വിചാരിക്കണ്ട. താങ്ക് യു ഓൾ. യു ഓൾ മേഡ് ഇറ്റ് ഹാപ്പൻ. താങ്ക് യു വെരി മച്ച്. ഇതിനപ്പുറമായിട്ട് ഒരുപാട് നിങ്ങൾക്ക് നന്ദി പറയുക, ആഘോഷിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്കറിയാം. എങ്കിലും അതിലേക്ക് ഈ സമയത്ത് സമയപരിമിതി മൂലം കടക്കുന്നില്ല. നമ്മുടെ ടീം വർക്ക്, നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഹനടത്തം, വാക്കിംഗ് ടുഗദർ, അത് കഴിഞ്ഞ 2 വർഷമാണ് മാർപ്പാപ്പ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നാക് IQSC ടീമിൻ്റെ വലിയൊരു സഹനടത്തമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നത്. അതിന് നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് ഇനിയും കൂടുതൽ വലിയ ഉന്നതിയിലേക്ക് എത്തുവാനായിട്ട് അത് പ്രചോദനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയും നമുക്ക് ഈ ദിവസങ്ങളിൽ ഔപചാരികമായിട്ട് പടിയിറങ്ങുന്നവരെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയണ്ടേ. പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ചിലർക്ക് ആവർത്തനമായിരിക്കും, ചിലർ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. ചാക്കോച്ചൻ സാർ ഈസ് an excellent academician who sees his profession with passion and excellence. റിയൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു യൂത്ത് മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം. ഞാൻ ചാക്കോച്ചൻ സാർ കോളേജിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ളത് ഒരു യൂത്ത് മിനിസ്റ്റർ എന്ന നിലയിലാണ്. ചാക്കോച്ചൻ സാർ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. ഇന്നലെ കൂടി ഒരു പുസ്തകം ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു, ഉണ്ടായിരിക്കുമല്ലേ. ഇന്നലെ കൂടെ അദ്ദേഹത്തിൻ്റെ മരിയൻ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശരിയായ അർത്ഥത്തിൽ എടുത്താൽ മതി കേട്ടോ. നല്ലൊരു പുസ്തകം, ഈസി റീഡായിട്ടുള്ളത്, ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. മരിയനിലൂടെ ഉണ്ടായ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ, കൊച്ചു
അക്ഷരങ്ങളിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു വാക്കുകളിൽ സരസമായിട്ട് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് എഴുത്തിലൂടെയും വലിയ സംസാരമൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്നത്. ചാക്കോ സാർ ഒരുപാടൊന്നും സംസാരിക്കുകയില്ല, പക്ഷേ അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിലൂടെയും ഇടപെടലിലൂടെയും യുവജനങ്ങളെ ഒരുപാട് അദ്ദേഹം പ്രചോദിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസിദ്ധമായ കൈറോസ് മാഗസിൻ്റെ എഡിറ്ററാണ്, വർഷങ്ങളായിട്ട് ഇനിയും അത് തുടരുമെന്നറിയാം. അതുപോലെ നമ്മുടെ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് കരിയർ ഗൈഡൻസിനുള്ള ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള ആശയം തന്നെ സാറ് വളരെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ച് ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ ഓർക്കുകയാണ്. ആ സേവനം തുടർന്നും ഉണ്ടാവും. മരിയനും ആ വിധത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നാക് അക്രഡിറ്റേഷനിൽ സാറ് IQAC കോർഡിനേറ്ററായിരുന്നു അല്ലേ? അത് വലിയൊരു, നമ്മൾ ഈ നാക്ക് എന്നൊക്കെ മരിയൻ കോളേജിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതെന്തായി, വാട്ട് ഈസ് ദിസ് ആനിമൽ എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടും അതിനെ ടൈം ചെയ്യുവാനായിട്ടും മുൻനിരയിൽ നിന്ന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഡോക്ടർ ചാക്കോച്ചനാണ്. അത് വളരെ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു. ആദ്യത്തെ നമ്മുടെ അക്രഡിറ്റേഷൻ തന്നെ വളരെ ഹൈ ലെവലിൽ, ഐ തിങ്ക് CPE, റൈറ്റ്, സെൻറ്റർ വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ്, അതല്ലേ നമുക്ക് ആദ്യം കിട്ടി. പറഞ്ഞു B++, അതിനു മുമ്പ് ഈ ഒരു കാറ്റഗറി വന്ന് ഞാൻ ഓർക്കുന്നു. B++ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് കയറിയാണ് കഴിഞ്ഞ് നമുക്ക് പലപ്പോഴും ഒന്ന് തിരുത്തി നമ്മൾ തന്നെ ബോധ്യപ്പെടേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് NAC A++ കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ ഈ ഇതുൾപ്പെടെ കഴിഞ്ഞ 3 സൈക്കിളിലും അന്ന് സർക്കാർ അല്ലെങ്കിൽ NAC അക്രഡിറ്റേഷൻ ഏജൻസി തീരുമാനിച്ചെന്ന് ഹയസ്റ്റ് ഗ്രേഡ് നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3.52 ആയിരുന്നു, എങ്കിൽ പോലും അതായിരുന്നു A+, റൈറ്റ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡായിട്ട് അന്ന് ആ സംവിധാനത്തെ അനുവദിച്ചിരുന്നു. എന്ന് പറയുമ്പോൾ അതാത് സമയത്തെ ഹയസ്റ്റ് ഗ്രേഡ് നമുക്ക് കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് കിട്ടിയിരിക്കുന്നു. അതിനെല്ലാം ഒരു വിധത്തിൽ മറ്റു വിധത്തിൽ ചാക്കോച്ചൻ സാറിനെ പോലുള്ളവർ അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓട്ടോണമി സ്റ്റേറ്റസ് കിട്ടുന്നതിലും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലുമൊക്കെ സാറിൻ്റെതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ സാറിനും കുടുംബാംഗങ്ങൾക്കും വിശ്രമകാലം ആശംസിക്കുന്നില്ല. സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിയമം വെച്ചുകൊണ്ട് വളരെ നന്നേ ചെറുപ്പത്തിൽ റിട്ടയർമെൻറ്റിന് പെൻഷൻ മേടിക്കാനുള്ള യോഗ്യത നേടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് കരിയറിൻ്റെ നെക്സ്റ്റ് ഫേസ് ആൻഡ് മോർ ബ്രില്യൻ്റ് ആൻഡ് ഗോൾഡൻ ഏജ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. അപ്പോൾ അതുകൊണ്ട് സാറിന് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു, കുടുംബാംഗങ്ങൾക്കും ആശംസിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജോൺ KS എന്നാ പറയുന്നു, ഈ ജോണിനെ 28 വർഷം മുമ്പ് കാണുമ്പോഴും ഇതുപോലെ തന്നെയായിരിക്കുന്നത്. നന്ന് ചെറുപ്പക്കാരനായിട്ട് അന്നും ഇന്നും ഇരിക്കുന്നു. പിതാവ് പറഞ്ഞതുപോലെ PDS ഒരു ജോലിക്കാരനായിട്ട് തുടങ്ങി. ഇന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോഴും അതേ പ്രസരിപ്പോടുകൂടി തമാശകളൊക്കെ പറയും ജോണല്ലേ. ഒത്തിരി കൂട്ടുകാരൊക്കെ ചോദിച്ചറിയാം, ഒത്തിരി തമാശകൾ പറയും. ഇവിടെ അവസാന കാലത്ത് പ്രത്യേകമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് എക്സാം സെല്ലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ജോലിയായിരുന്നു കേട്ടോ. വളരെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കേണ്ട, വളരെ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ജോലിയാണ്. ആ ജോലിയിൽ അദ്ദേഹം സഹായിച്ചിരുന്നു. ജോൺ, ഒത്തിരി സന്തോഷം. ഇനിയും മരിയനെ ഹൃദയത്തിൽ പേറി മരിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാവി കാര്യങ്ങളിലും അതിൻ്റേതായ തലങ്ങളിൽ തീർച്ചയായിട്ടും ജോണ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. ജോണിൻ്റെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ല നന്മകൾ തേരുന്നു. ഒരുപാട് നന്മകൾ ജോണിലൂടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്, just one word of wisdom to the graduates, not to the graduates. Graduates are those who have completed all the academic requirements but not yet awarded the degree. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ കുറിച്ച്, ഭാവി ജീവിത പന്ഥാവിനെക്കുറിച്ച് ഒരുപാട് ഉപദേശമൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. ഉപദേശം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എങ്കിലും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന കുറേയൊക്കെ വയസ്സായില്ലേ. ഇപ്പം ചാക്കോച്ചൻ സാറിൻ്റെ പോലെ ഇവിടെ ആയിരുന്നെങ്കിൽ എനിക്കും ഏതാണ്ട് റിട്ടയർമെൻറ്റിനുള്ള സമയമായി. അപ്പോൾ അത്രയും പ്രായമായി എന്നുള്ള വെച്ചിട്ട് ഇന്ന് പിതാവിനേക്കാൾ വെച്ച് താഴെ കേട്ടോ എന്നാൽ പോലും. എങ്കിലും ആ ജീവിതാനുഭവങ്ങൾ തട്ടുമുട്ടുമൊക്കെ കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ 1-2 കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു വെച്ചുകൊള്ളട്ടെ. ഒന്നാമതായിട്ട്, have faith in God. Whichever faith tradition you come from, it is very important that
you believe in God. Faith will take you long way, even during good times and bad. That is going to define who you are. At the end of the day, this is what will give you strength and comfort. അപ്പം അതുകൊണ്ട് ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് പ്രത്യേകമായ ദൗത്യം നൽകി അയച്ച നല്ല തമ്പുരാനിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. Secondly, believe in yourself. Have self-confidence. That is one of the major areas of formation, other than the academic excellence you receive from Marian College. നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഞാൻ പഠിച്ചത്, ഞാൻ ആയിരിക്കുന്നത്, എൻ്റെ കുടുംബ പശ്ചാത്തലം, എൻ്റെ ശരീരം, എൻ്റെ സൗന്ദര്യക്കുറവ് എന്ന് ഞാൻ പറയുന്നത് പോലും എനിക്ക് അഭിമാനിക്കുവാനുള്ളതാണ്. ദൈവം എനിക്ക് നൽകിയതാണ്. അതുകൊണ്ട് ആരുടെ മുമ്പിലും ചങ്കുറപ്പോടെ ആത്മവിശ്വാസത്തോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്തി മറ്റാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് സംരംഭകരായി തീരുമ്പോഴും എല്ലാം ഇത് പ്രധാനപ്പെട്ടതാണ്. യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ലൈഫ് ആഫ്റ്റർ ഹാവിങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അത് നമ്മളാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും ഹാവ് എ ബാൻഡ് ഓഫ് ഫ്രണ്ട്സ് who trust in you and in whom you can trust. നിങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കൂട്ടുകാർ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നല്ലവരെ കൂട്ടുകാരായി കാണുക, മറ്റുള്ളവരെ നിങ്ങളുടെ നന്മകളും ഉപകാരം ചെയ്യേണ്ടവരും മാത്രമായിട്ടും കാണുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചിന്ത. അതിന് ഞാൻ വിശദീകരണത്തിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. അവസാനമായിട്ട് ലവ് ആൻഡ് കെയർ ഫോർ യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകുകയും ചെയ്യുക. ഇതിനോടനുബന്ധിച്ച് എനിക്ക് വളരെ വേദനയുണ്ടാക്കിയ ഒരു അനുഭവം ഇന്ന് തന്നെയാണ്. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഈ പറയുന്ന ഒരു വാക്കും അതിശയോക്തി കലർത്തി പറയുകയല്ല. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുവാൻ ഡ്രൈവർ സീറ്റ് കയറുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഫോൺ കോൾ കിട്ടി. കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അടുത്തറിയാവുന്നൊരു വ്യക്തി. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ആ മകന് ഇന്ന് 36 വയസ്സ്. അവനെയും ഏതാനും മാസങ്ങൾ പ്രായമുള്ളപ്പോൾ തൊട്ട് എനിക്കറിയാം. അവൻ്റെ ഓരോ വളർച്ചയും ഞാൻ അടുത്ത് കണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് അവനൊരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രതിമാസം 10 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങുന്ന ജോലിയുള്ള ചെറുപ്പക്കാരാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ 36 വയസ്സുകാരൻ. വളരെ കഠിനാധ്വാനിയാണ്. അവൻ അവൻ്റെതായ വിധത്തിൽ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയവനാണ്. ഒരുപക്ഷെ അവൻ വിദേശത്തായതുകൊണ്ട്, വിദേശം എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യത്താണ് ആയതുകൊണ്ട് ഒരുപാട് കുടുംബത്തെ ആശ്രയിക്കേണ്ടി വന്നില്ല. പക്ഷേ പഠന കാര്യങ്ങളൊക്കെ അപ്പൻ ധാരാളമായിട്ട് സഹായിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട് വരെ ഒന്ന് വരണം. അപ്പനാണ് വിളിക്കുന്നത്. കാരണം അവൻ്റെ സർജറി ഒരു അമേരിക്കൻ ഹോസ്പിറ്റലിൽ അടുത്ത ആഴ്ചത്തേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നാളെ പുറപ്പെടുകയാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. വളരെ ഗുരുതരമായ ഒരു അസുഖം പിടിപെട്ട് ആയിരിക്കുമ്പോൾ അവൻ്റെ കൈക്ക് പിടിക്കുവാൻ ഈ അപ്പം പോവുകയാണ്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫാമിലി. അതുകൊണ്ട് ലെറ്റ് us all stay together. Let us all not forget who we are. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഐഡൻറ്റിറ്റി വെളിവാകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രം. നമുക്ക് നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എവിടെയൊക്കെ ചെന്ന് പെട്ടാലും വലിയവരായാലും അവസാനം നമ്മൾ ചെന്നെത്തേണ്ടത് ദൈവവിശ്വാസമുള്ളവൻ, കുടുംബത്തെ സ്നേഹിക്കുന്ന ചെന്നെത്തേണ്ടത് നമ്മുടെ കരങ്ങൾ പിടിക്കുവാൻ, നമ്മുടെ വേദന ഘട്ടത്തിൽ നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങളുമാണ്. അവരെ മറക്കാതെ നിങ്ങൾ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കട്ടെ. മരിയൻ കുടുംബത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, Father.
Music is what feelings sound like. Now, I invite Bilha Susan Biju of second base for a song. മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം എങ്ങോ പൊഴിയും നേരം എൻ്റെ ഹൃദയം തേങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ Thank you, Bilha. Our college is now basking in the glory of a momentous achievement. NAC A++ grade with a 3.71 out of 4 grade points. It is the fruit of our concerted efforts during the last few years. Now is the time to honor the champions who have realized the cause. I request our patron, Your Excellency, Bishop Marjos Pulikal, Manager, Very Reverend Father Bobby Alex Mannamplakal, Administrator, Reverend Father Joseph Pongantanam, Principal, Professor Dr. Ajimon George, and Chairperson, Ms. Anne Stanley, to come onto the stage. Let me welcome Dr. Joby Syriac to facilitate the process.
Your Excellency Mar Jose Pulikal, the patron of our college, the chair of this meeting, Ms. Anne Stanley, the college chairperson, manager, Very Reverend Father Bobby Alex Mandamplakal, Principal Professor Ajimon George, and all the other dignitaries on and off the dais, my dear colleagues and dear students. The program sheet says the item now is honoring IQAC champions. In fact, that's a task which I'll be initiating and Dr. Binu Thomas will be continuing. I'll restrict my responsibility to introducing Dr. Binu Thomas and the efforts which he has put in to realize what we enjoy today. In fact, there are two former IQAC coordinators in the limelight today. We have Dr. Chakochan Janyavalil, who was the first one to institutionalize the internal quality assurance cell in Marian. There were no models to follow then, and it was truly an uphill task to visualize and set up the cell. He spearheaded the first NAC accreditation process, and Marian was accorded the honor of becoming the youngest college to be accredited in 2003. And now, in 2023, we have completed the fourth cycle of accreditation and are gratefully cherishing our delightful achievement, A++, with a cumulative grade point of 3.71 out of 4. Thanks to the concerted effort of all the members of Marian family during the last few years, led by the IQAC team, headed by Dr. Binu Thomas. The new score, which we have now, has given us the impetus to look forward to the future with assurance and hope. But then you go and ask Binu sir, how did you pull off this resounding accomplishment? And you know what he'll say. Unassumingly, he would say, that's the result of the teamwork of the Marian family. All of us worked together and then we got this. But we know for sure, had it not been for Dr. Binu Thomas's leadership, Marian would not have soared this high. We have first-hand experience of how his remarkable thought leadership influenced every aspect of the accreditation. How he was able to develop the strengths of the college and highlight them. You know how ICT evolved as the best practice of this institution. And you know about the consultancy services which he has offered far and wide. How he was able to utilize the strengths of different members of the faculty. What he would do is, he would identify something to do, find the right person, and with a personal touch, he would go and empower him or her to get it done. We know the way he overcame, of course with the support of the team, the challenges which the data verification and the validation process put forward. Now, you know that more than thousands, 100,000 I would say, of documents were uploaded on demand. We know the way the student satisfaction survey was orchestrated in a beautiful way. Over and above this, we know the strategic way in which the peer team visit was managed, ensuring that the chairman gets to see and experience the strengths of the college. During the interactions, Binu sir would make well-planned suggestive interventions here and there to highlight our strengths and our best practices. It was very intelligently done, during the process, and we could see that, at many a time during the process. To share a personal experience,
Immediately before and during the peer team visit, Dr. Binu and I stayed in the same room. And at the dead of night, he would just jump up and say, okay, it's like an epiphany, an idea, a spark which comes from heaven. And he has some idea and he would share that. And then early in the morning at 4 o'clock, you will see him, going to the, in the cold early morning, he would go to the IQAC office and he will be, he will start working to get this done. And I remember, during the final hours of the visit, he single-handedly compiled one-page summaries of all qualitative questions. And then, he made it into a handbook which they could use, the peer team could use during the time of awarding the marks. I could not overstate his submission to divine guidance. He remained humble before God's mighty hand during the entire process. I could personally feel that and experience it, which helped him to tide over the vicissitudes of the process, which got a bit long drawn out, as we know, almost 9 years since the last accreditation in 2014 March. His tenure as the IQAC coordinator, I would say, was infected by COVID-19. But for every antigen of confusion which affected him during the process of preparation and accreditation, he developed antibodies through prayer. His protective shield was a regular confession, and his vaccination was intercession by many, in the family, college, and outside. Many a time, during personal interactions, he would remember with gratitude the love and support of his wife and 6 kids. 7 of them together form a team, and I would call them the patron saints of the 7 NAC criteria. Shamini, Maria, James, Alfonso, Anne Maria, Ruth, and Seraphin. And it is said in the letter of Peter, first letter of Peter, chapter 5, verse 6, so humble yourself under the mighty power of God, and at the right time he will lift you up in honor. And now, as we all see, Dr. Binu Thomas and his team stand honored in due time. And through their efforts, Marian College Kuttikkanam too stands celebrated. Let Marian's light shine further. The plaque prepared as a memento for Dr. Binu reads like this: Dear Dr. Binu, the college appreciates and acknowledges your remarkable leadership in securing A++, 3.71 out of 4, in the 4th cycle of NAC Re-Accreditation 2023. You led Team Marian through the challenges of preparation, SSR submission, data validation, and peer team visit with fervor and faith in Lord. I request Dr. Binu Thomas to come forward and receive the memento, and may I request Your Excellency Marjos Pulikal to hand over the same. Other dignitaries also may kindly join for honoring Dr. Binu Thomas. Let us honor Dr. Binu with a standing ovation. I request all of you to stand up and offer him a standing ovation, please. Thank you, Your Excellency, and the dignitaries. Now I request Dr. Binu Thomas to take over to felicitate the members of your team. So please. Thank you, Jobisa. Very respected His Excellency Marjos Pulikal, our Bishop, Manager, then Principal, our Administrator, and standing. I'm not taking too much time. Today morning onwards, people were asking me why you are tense, the accreditation is over. But I am standing here with maybe more tense because we are running in short of time. And we are planning to call all the criterion members to the stage, and within 20 minutes we have to finish this. And I hope you all will be cooperating and you will be taking efforts to make this, because initially we thought of calling only the criterion members, but
I thought it will be unfair, totally unfair only to recognize the criterion heads because we were all working together. I don't see much separation between criterion heads and criterion members because this glorious victory is a fruit of our dedicated effort. And to begin with, I would like to remember one more IQAC coordinator. This is none other than, because he was remembering two IQAC coordinators, and I would like to remember one more IQAC coordinator, that is none other than Dr. Joby Syriac, and his effort we were enjoying from 2014 with the highest grade. And we were always, I was also proudly proclaiming that I am representing an institution with a score of 3.52 out of 4. And he was instrumental. He was taking the leadership in securing 3.52, that too for a longer period from 2014 to 2023, we were enjoying this score. So thank you, Joby sir, for your dedicated efforts during that time for securing that highest grade at that time. And now, this will be the arrangement. The team will be, the honorable guests will be sitting here. I will be calling the criterion-wise teams. So you can, please ensure that you will be coming as per the list, and you can stand behind this. And one of this honorable guests will be distributing the mementos for you. And we will be finishing within maybe 5 minutes for each criterion. And before that, I would like to recognize and honor Professor Dr. Ajimon George, then Father Joseph Pongandanam, Father Father Pius, Father Jos Tichadil, Professor Dr. Jos James, Radhakrishnan sir, Rajimol Miss, Murali Vallabhan sir, and Anne Stanley. So please come to the dais. Once again, Ajimon sir, Joseph Achan, Pius Achan, Father Jos Tichadil, Jos James sir, Radhakrishnan sir, Rajimol, Murali Vallabhan sir, and Anne Stanley. So if you could come to this, I request I request Father Manager to hand over the mementos. ഞാൻ വീണ്ടും പറയുന്നില്ല, ജോസഫ് അച്ഛൻ്റെ ഈ ക്യാമ്പസ് ഇത്ര മനോഹരമാക്കിയ ജോസഫ് അച്ഛനും പയസച്ചനും, പിന്നെ രാധാകൃഷ്ണൻ സാറ് തുടക്കം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത് IQACയുടെ തുടക്കം ഇതിൽ ഇട്ടത് രാധാകൃഷ്ണൻ സാറാണെന്ന് പറയാം. മുരളി സാറ് MBA, ഇപ്പം മുരളി സാറിനെ ചിറ്റടിയച്ഛനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നത് മാത്യു ചാപ്റ്റർ 20 ആണ്. ആദ്യം തൊട്ട് അധ്വാനിച്ചവരും അവസാനം അധ്വാനിച്ചവരും ഒരേപോലെ ആദരിക്കപ്പെടുന്ന ബൈബിളിലെ ആ സ്റ്റോറിയാണ് എനിക്ക് ഓർമ്മ വന്നത്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, MBA ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയില്ലയോ എന്നുള്ള കാര്യത്തിലല്ല. അപ്പോൾ അങ്ങനെ MBA ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടാൽ പ്രിപ്പറേഷൻ എല്ലാം അവർ റെഡിയാക്കി. മാത്രമല്ല ചിറ്റടി അച്ഛനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, അവിടെയുള്ള ഓഡിറ്റോറിയം കിട്ടാൻ വേണ്ടി, ക്ലാസ് റൂംസ് കിട്ടാൻ വേണ്ടി എല്ലാം ഒരുപാട് ഞാൻ ചിറ്റടി അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഓണർ ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ടീമിനെ ഒന്ന് എടുത്തു പറയണം. നമ്മുടെ വെരിഫിക്കേഷൻ തൊട്ട് അത് MCSE ടീമാണ് നമ്മുടെ മുമ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. വെരിഫിക്കേഷൻ, പിന്നെ ഡേറ്റ വാലിഡേഷൻ, പിന്നെ നമ്മുടെ എന്താണ് പറയുന്നത് വിസിറ്റിൻ്റെ സമയത്തുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഇതെല്ലാം ചെയ്ത സ്റ്റുഡൻസ് ടീമിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആൻ സ്റ്റാനിയെ ഓണർ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ടീമിനെ ഏറെ നന്ദിയോടെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. ആൻ സ്റ്റാനിയുടെ കിട്ടി. Please hand over the memento for Einstein also. Okay, we will take a photograph together. Then I'll be calling the IQAC boys, all 4 boys, Dish Kumar, Amal Benny, Ankush Paul, Kurian. Then our hospitality team, Matthew Sir, CBP John, then Binoy, Shaji, Ebi from hostel, Sebastian
from Sebastian sir from MIM. Then Gina Joseph, please come. ഈ 4 കുട്ടികളും എൻ്റെ IQAC-യുടെ വലങ്കയായിട്ട് നിന്ന സുധീഷ്, അമൽ ബെന്നി, അങ്കുഷ്, കുര്യൻ, ഇവരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാക് അക്രഡിറ്റേഷൻ ഇത്ര മനോഹരമായിട്ട് നമുക്ക് മനോഹരമായിട്ടല്ല ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഇവർ ഒരു ദൈവനിഗാഹം പോലെ എൻ്റെ അടുത്ത് വരികയും അവർ നമ്മളെ സഹായിക്കുകയും ചെയ്തു. നമ്മുടെ പ്രിപ്പറേഷൻസ് കാണുന്ന പല കോളേജുകാരും ചോദിക്കാറുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് ഇത്ര മെറ്റിക്കുലസ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റി, എറർ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നെല്ലാം. അതിന് ഉത്തരവാണ് ഇവർ 4 പേര്. പിന്നെയുള്ള നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ടീം എന്ന് പറയുന്നത്. ഏത് അക്രഡിറ്റേഷൻ വന്നാലും അവരെ നമുക്ക് മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ, സിബി സാറിൻ്റെ നേതൃത്വത്തിലെല്ലാം അവരെ നമുക്ക് സന്തോഷിപ്പിച്ച് വിടാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഒരു പ്രാവശ്യം സ്റ്റേ ചെയ്തിട്ടുള്ളവർ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് അവിടെ വരണം, താമസിക്കണമെന്ന് പറഞ്ഞല്ലാതെ ഇവിടുന്ന് പോയിട്ടില്ല. അത് എൻ്റെ ഈ അനുഭവത്തിൽ നാക്കിൽ നിന്നുള്ള വലിയ ഓഫീസേഴ്സ് ഉണ്ട്, കേരള ഗവൺമെൻറ്റിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാരുണ്ട്. അപ്പം ഇവരെല്ലാം വളരെ ഹോസ്പിറ്റാലിറ്റിയിൽ മതിമറക്കി വിടുന്ന നമ്മുടെ ബിനോയ്, അപ്പം ഇവരെല്ലാം നമ്മൾ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഷാജിക്ക് തിരക്കുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഷാജി പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ചില ഗസ്റ്റ് എല്ലാം വരുമ്പോഴത്തേ അവരുടെ ഓർഡർ അവിടെ നിന്ന് വരികയാണ്, ഫുഡ് വിതൗട്ട് നോ ഇനിയൻ നോ ഗാർലിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർഡറിങ് വരും. എന്ത് ഓർഡർ വന്നാലും അതിനനുസരിച്ചുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് സഹായിക്കുന്നവർ. അപ്പം ഇവരെല്ലാം പ്രത്യേകമായിട്ട് ആദരിക്കുകയും പ്രത്യേകമായിട്ട് മാത്യു സാറിൻ്റെയും സിബി സാറിൻ്റെയും ഒരു സേവനം, ബിനോയുടെ സേവനം എടുത്തു പറയുകയും ചെയ്യുന്നു. അവർ ഇപ്പോഴത്തെ നാക് പിയർ ടീം മെമ്പറും അവർ അസ്റ്റോണിഷ്ഡായ ഒരു നമ്മുടെ ഹോസ്പിറ്റാലിറ്റി അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനും IQAC-ക്ക് തന്ന സപ്പോർട്ടിനും, പിന്നെ ജീന IQAC-യുടെ തുടക്കം തൊട്ട് ജീന നമുക്ക് വേണ്ടി IQAC-ക്ക് വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഒരുപക്ഷെ ഒരു 8 ലക്ഷം തൊട്ട് 10 ലക്ഷം ഡോക്യുമെൻ്റ് വരെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അത്തരത്തിൽ വെബ്സൈറ്റ് മാനേജ് ചെയ്ത് എന്നെ തുടക്കം തൊട്ട് എൻ്റെ വലങ്കയായിട്ട് നിന്ന് സഹായിച്ചത് ജീനയാണ്. എല്ലാവരെയും എടുത്തു പറഞ്ഞ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ജോസഫ് അച്ഛനെ ഇവർക്കുള്ള മൊമെൻറ്റോ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇനി അടുത്ത ക്രൈറ്റീരിയൻ 1 ആണ്. ക്രൈറ്റീരിയൻ 1 ഇവിടെ ആ ഒരു ഓർഡറിലൊന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്ത് പോവാം. ഇങ്ങോട്ടൊന്ന് വന്ന് നിൽക്കാവോ? എല്ലാവരുടെയും മൊമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വീഡിയോ എടുത്താൽ നമുക്ക് പിരിയാം. ഒരു ഫോട്ടോയ്ക്ക് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് പോവാം. ശരി, താങ്ക് യു. അടുത്ത ക്രൈറ്റീരിയൻ 1 ആണ്. നമ്മുടെ നാക് അക്രഡിറ്റേഷനിൽ ഫുൾ സ്കോർ മേടിച്ച 4 ഔട്ട് ഓഫ് 4 മേടിച്ച ടീമാണിത്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇവർക്കുള്ള മെമൻറ്റോ കൊടുക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ സാറിനെ ക്ഷണിക്കുകയാണ്. ഇതിൽ ഇവരെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പ്രത്യേകിച്ചും 1.1 ഒക്കെ ചെയ്തവരിതാ ഞങ്ങൾ തീർന്ന് ഇനി എന്തെങ്കിലും പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം അവരുടെ ആ ഒരു എന്തൂസിയാസം നമ്മളുടെ റിസൾട്ടിൽ പ്രത്യേകമായിട്ട് പ്രതിഫലിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് കോഡുകൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലറിക്കൽ വർക്കുകൾ ആവശ്യമായിരുന്ന ഒരു ക്രൈറ്റീരിയനാണ് ക്രൈറ്റീരിയൻ 1 എന്ന് പറയുന്നത്. അവിടെ ഫുൾ സ്കോർ നമ്മൾ മേടിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അതിനെ ലീഡർഷിപ്പ് എടുത്ത ഷൈജു അച്ഛനെയും മറ്റ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിരുന്നവരെയും എല്ലാം പ്രത്യേകമായിട്ട് ആദരിക്കുന്നു. എടുത്തു പറയുന്ന ബിന്നി അച്ഛനെയാണ്. ക്രൈറ്റീരിയ 1-ൻ്റെ ഭാഗമായതിനു കൂടി തന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കൾച്ചറൽ ഷോ ഇവിടെ നമുക്ക് ഒരുക്കി തന്ന് അത് പിയർ ടീമിൻ്റെ പ്രത്യേകമായ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ദറ്റ് വാസ് ആൻ എക്സലൻറ്റ് ഷോ ഓർഗനൈസ്ഡ് ബൈ ഫാദർ ബിന്നി. ആൻഡ് ഓൾസോ ഐ thankfully remember the support received from all the members of Criterion 1. Thank you.
So we will take a photograph, and then please, criterion 2 members, please be ready. Criterion 2, ശരിക്കും പറഞ്ഞാൽ ജോബി സാറിൻ്റെ നേതൃത്വത്തിൽ ക്രൈറ്റീരിയൻ 2 ആണ് ഒരു കോളേജിൻ്റെ അക്രഡിറ്റേഷൻ്റെ സ്കോർ തീരുമാനിക്കുക. ക്രൈറ്റീരിയൻ 2 നമ്മൾ ഫെയിൽഡ് ആയാൽ അല്ലെ മാർക്ക് പറഞ്ഞാൽ അവർ എൻറ്റയർ സ്കോർ വിൽ ബി ലെസ്. സോ ഇറ്റ് വാസ് എ ഡെഡിക്കേറ്റഡ് പ്ലാൻഡ് എഫേർട്ട് ബൈ അവർ ജോബി സിറിയക്സ for securing highest marks. So he was so particular in preparing the supporting documents, uploading this, especially the qualitative questions. So I thankfully remember all the criterion 2 members. ഇവിടെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്തു പറയാൻ മെൽബി മിസ്സിനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കത്തക്ക രീതിയിൽ അത് അറേഞ്ച് ചെയ്തെടുത്ത മെൽബി മിസ്സിന് അതിന് ഏതാണ്ട് 1-2 മാസം എടുത്തു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ മിറക്കുലസ് ടാസ്ക്കാണ് നമ്മുടെ എക്സിബിഷൻ മാനേജ് ചെയ്തതിലൂടെ മെൽബി മിസ് അതിൻ്റെ ഒരു കോർഡിനേഷൻ ഏറ്റെടുത്ത് നമുക്ക് ചെയ്തു തന്നത്. വീണ്ടും ക്രൈറ്റീരിയൻ 2 നമ്മുടെ എന്താണ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. നമ്മുടെ പിയർ ടീം വിസിറ്റിലും അതുപോലെ തന്നെ പല മോക്ക് വിസിറ്റിലും അവരേറെ അപ്രീഷിയേറ്റ് ചെയ്തതാണ് നമ്മുടെ ദ ഫങ്ഷനിങ് ഓഫ് ദ ഓഫീസ് ഓഫ് ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്. So thankfully remembering the support received from the office of the controller of examinations. പിന്നെ ഇവിടെ പലരും പേരെടുത്ത് ജ്യോതിലക്ഷ്മി മിസ്സിനെ കൊണ്ട് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും മെൻറ്ററിംഗ് ലിസ്റ്റുകളും മെൻറ്ററിംഗ് റിപ്പോർട്ടുകളും തിരുത്തിയെടുത്തിട്ടുണ്ട്. അതെല്ലാം വി ആർ റിമെമ്പറിംഗ് താങ്ക്ഫുള്ളി. ദെൻ പ്രിപ്പയറിംഗ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഓഫീസ് ഫോർ അഡ്മിഷൻ ജോബി സാർ. പിന്നെ നമ്മുടെ സിമി മിസ് എന്നോട് പറയുന്ന സാറ് ഏത് ICT ടൂൾസും സാറ് എനിക്കൊരു വീഡിയോ ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് ആയത് തന്നെ. ഇന്ന് രാവിലെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി ഇട്ടു. സാർ ഒരു വീഡിയോ ഉണ്ടാക്കി ഇങ്ങോട്ട് താ, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ICT ടൂൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എൻഷർ ചെയ്ത സിമി മിസ്. പിന്നെ ബാക്കി എല്ലാവരെയും ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ തന്നാൽ സമയം പോകും. ക്രൈറ്റീരിയൻ 2 വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ക്രൈറ്റീരിയൻ ഫോർ ദിസ് അക്രഡിറ്റേഷൻ. 1 ഫുള്ള് കിട്ടിയെങ്കിലും 2 നമുക്ക് കിട്ടിയ ഹയർ ഗ്രേഡ് helped us to get the 3.71 miraculous score. So we will take a photograph and ജെലിറ്റിൻ സാറിൻ്റെ ഒരു സേവനം കൂടി എടുത്തു പറയേണ്ടതാണ്. തുടക്കം തൊട്ട് നമ്മുടെ ഡിസൈനിങ് മുഴുവൻ അത് പറയാതെ പോയാൽ ശരിയാകത്തില്ല. നമ്മുടെ നാക് അക്രഡിറ്റേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡിസൈനിങ്ങും സാറ് അത് നമ്മൾ പുറമേ നിന്നൊക്കെ ആരെങ്കിലും വിളിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഈ ജെലിറ്റൊക്കെ ചെയ്തു തരുന്ന സേവനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ ക്രൈറ്റീരിയൻ 2 ഭാഗമായി നിന്നുകൊണ്ട് ഈ അക്രഡിറ്റേഷന് നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വിൽ ടേക്ക് എ ഫോട്ടോഗ്രാഫ്. പ്ലീസ് കം ക്ലോസർ. താങ്ക് യു. ക്രൈറ്റീരിയൻ 3 ഒന്ന് റെഡിയായി നിൽക്കുകയാണെങ്കിൽ. So criterion 3, please come to the stage. ക്രൈറ്റീരിയൻ 3 നമുക്ക് തുടക്കം തൊട്ടേ ഭയങ്കര ക്രൈസിസ് റിസ്ക് ഉള്ള ക്രൈറ്റീരിയൻ ആയിരുന്നു. എങ്ങനെ സ്കോർ മേടിക്കും എന്ന്. ബിക്കോസ് ദിസ് ഈസ് റിസർച്ച് കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിലെല്ലാം പൂർണ്ണമായിട്ടും മാർക്ക് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന അത്ര മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയ ക്രൈറ്റീരിയനാണ് ക്രൈറ്റീരിയൻ 3. മെമൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു ഫോട്ടോ അങ്ങോട്ടേക്കാണ്. പിന്നെ നമുക്ക് So I invite Professor Dr. Ajimon George, the principal of the college, to hand over the mementos. ഇവിടെ ജോബി തോമസ് കെ വി സാറാണ് ക്രൈറ്റീരിയൻ ഹെഡ്. പക്ഷേ നമ്മുടെ ഡോക്ടർ ജോബി ബാബു സാറിൻ്റെ ഒരു സേവനം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ഞാൻ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങി ഇതിൻ്റെ ഒരു പോർട്ടലിലോട്ട് ഡാറ്റ എൻട്രി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ AQR കൊടുത്തു.
ആദ്യത്തെ AQR കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന റിപ്ലൈസ് ആൻഡ് ക്വറീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഗീവ് ദ റിപ്ലൈസ് ഇഫ് ഐ ടേക്ക് 1 year. ഒരു വർഷം ഇരുന്ന് ചെയ്താൽ പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര കുറികളാണ് ആദ്യത്തെ AQRന് വന്ന്. അപ്പോൾ ജോബി സാർ എന്നോട് പറഞ്ഞു, സാർ ഇങ്ങോട്ട് മാറിയിരുന്ന് ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിതിൻ 10-15 minutes he was able to resolve the entire problems. So he was supporting from his reunion in the college. And also I have ചാക്കോച്ചൻ സാറിനെ ഇവിടെ ഒന്ന് ഓർക്കേണ്ടതാണ്. ചാക്കോച്ചൻ സാർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ 2 ബുക്ക്, ഒരു OBയുടെ ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യത്തില്ലായിരുന്നു. സാറിൻ്റെ ലീഡർഷിപ്പും സ്കില്ലുമാണ്. സാറിന് ഇതിനകത്തൊരു മെമൻറ്റോ ഉണ്ട്, വരുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാം. പിന്നെ ഇതിൽ ജിൻസ്മാൻ സാറിൻ്റെയും ഷീജ മിസ്സിൻ്റെയും അവർ പുതിയ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവർ ഈ ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസസിൽ അവരുടെ ഒരു പ്രത്യേക എന്താ പറയുന്നത് എഫേർട്ട് ആൻഡ് ഡെഡിക്കേഷൻ ഹാസ് ടു ബി മെൻഷൻഡ്. പിന്നെ റെനി മിസ്സും കൊച്ചുമോള മിസ്സും തുടക്കം തൊട്ട് എന്തൊരാവശ്യം പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്രഡിറ്റേഷൻ തുടങ്ങുന്നതിനൊക്കെ എത്രയോ മുമ്പ് ജോബി സാറ് നേരത്തെ പറഞ്ഞ ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടാസ്ക് ഏൽപ്പിച്ച് ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരുന്നവരാണ് റെനി മിസ്സും കൊച്ചുമോൾ മിസ്സും. ബാക്കി എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ വി അപ്രീഷിയേറ്റ് ആൻഡ് റിമെമ്പർ ദ effort and hard work you have put in for the successful performance of this criterion. Thank you. അടുത്ത ക്രൈറ്റീരിയൻ 4 ആണ്. ക്രൈറ്റീരിയൻ 4ൻ്റെ മെമൻറ്റോസ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി PTA വൈസ് പ്രസിഡന്റ് ജോസഫ് സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രൈറ്റീരിയൻ 4 നമ്മൾക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിൻ്റെ ഫോർമാറ്റിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ഇൻഫർമേഷൻ അവരുടെ മുമ്പിൽ എത്തിക്കുക. ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നമ്മുടെ ICT എനേബിൾ ഫെസിലിറ്റീസ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. നമ്മുടെ ICT ടൂൾസ്, അതുപോലെ ക്ലാസ് റൂംസ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇത് എന്താ നമുക്ക് നല്ലൊരു സ്കോർ ക്രൈറ്റീരിയൻ 4 വാങ്ങാൻ സാധിക്കുകയും ചെയ്തു. നമ്മുടെ ജോഷി സാറൊക്കെ എത്രയോ പ്രാവശ്യം വീഡിയോസ്, ഫോട്ടോസ് മാറിയെടുത്തു, വീണ്ടും റിഫൈൻ ചെയ്തു. അങ്ങനെ നമ്മുടെ പോളിസികൾ ഒത്തിരി ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു. സോബി അച്ഛൻ്റെ ഒരു എഫേർട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആ ഡിസ്പ്ലേ ഒക്കെ ലാസ്റ്റ് മിനിറ്റിൽ ബോർഡുകൾ മുഴുവൻ നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമുള്ള ബോർഡുകളെല്ലാം വെച്ച സോബി അച്ഛനാണ്. ഇത്തരത്തിൽ ക്രൈറ്റീരിയൻ 4 നിന്നും അതുപോലെ ഓഫീസിൽ നിന്നുള്ള ഡേറ്റ എടുക്കുകയും അക്കൗണ്ടിങ് കാര്യങ്ങൾ ശരിയാക്കി തന്നിരിക്കുകയും ചെയ്ത ഓഫീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരെയും ഓർത്തുകൊണ്ട് ക്രൈറ്റീരിയൻ 4 ഈ അക്രഡിറ്റേഷൻ നൽകിയ സേവനങ്ങൾ ഐ താങ്ക്ഫുള്ളി റിമെമ്പർ ഓൾ ദ സപ്പോർട്ട് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ക്രൈറ്റീരിയൻ 4. The criterion 5. ക്രൈറ്റീരിയൻ 5നെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ ഡേറ്റ കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയൻ ആയിരുന്നു. ദ പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ ഓഫ് ഓൾ സ്റ്റുഡൻസ്, the certificates of passing examinations by all students, the certificate of winning competitions by students, അതുപോലെ the progression details, ഇതെല്ലാം പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് ഡേറ്റ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കേണ്ട ഒരു ക്രൈറ്റീരിയൻ ആയിരുന്നു ക്രൈറ്റീരിയൻ 5. ഐ റിക്വസ്റ്റ് ഫാദർ മാനേജർ ബോബി അലക്സ് മണ്ണംബ്ലാക്കിൻ ടു ഹാൻഡ് ഓവർ ദ മെമൻറ്റോസ്. ഇവിടെ നമ്മുടെ ക്രൈറ്റീരിയൻ ഹെഡ് അജേഷ് സാറ് സത്യത്തിൽ തന്നെ ക്രൈറ്റീരിയൻ 5, ക്രൈറ്റീരിയൻ 1, ക്രൈറ്റീരിയൻ 2 3 ക്രൈറ്റീരിയയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ക്രൈറ്റീരിയൻ ഹെഡാണ് അജേഷ് സാറ്. അത് ഞാൻ ഒത്തിരി നീട്ടിപ്പരത്തിയൊന്നും പറയാൻ പോകുന്നില്ല. അതുപോലെ ജ്യോതി മിസ് നൽകിയ ക്രൈറ്റീരിയൻ 5 ക്രൈറ്റീരിയൻ 7 നൽകിയ സേവനങ്ങൾ, ലൂമി മിസ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ജെയ്സൺ സാറിൻ്റെയും ബ്രിജേഷ് സാറിൻ്റെയും സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും
നമ്മുടെ എക്സിബിഷൻ്റെ സമയത്ത് ജെയ്സൺ സാറിൻ്റെ ഒരു റെൻലെസ് സപ്പോർട്ട് എന്ന് പറയുന്നത് എടുത്തു പറയണം. അത്തരത്തിൽ ക്രൈറ്റീരിയൻ 5-ലെ എല്ലാ മെമ്പേഴ്സിനോടും ഉള്ള നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ക്രൈറ്റീരിയൻ 5-ലൊക്കെ നമ്മുടെ പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്ററൊക്കെ കളക്ട് ചെയ്ത് അത് കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. പക്ഷേ വി കുഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഓൾ ദ ടാസ്ക്. പിന്നെയും ക്രൈറ്റീരിയൻ 5-ൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ എല്ലാ കോളേജിലും ഡാറ്റ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഡാറ്റ കുറയ്ക്കുകയാണ് ചെയ്യുക, നമ്മൾ ക്ലെയിം ചെയ്ത ഡാറ്റ കുറയ്ക്കുകയാണ് ചെയ്യുക. പക്ഷേ ക്രൈറ്റീരിയൻ 5-ൽ നമ്മൾ കൊടുത്ത ഡാറ്റയുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി കൊണ്ടാവാം ക്രൈറ്റീരിയൻ 5-ലെ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ക്ലെയിം ചെയ്തതിനേക്കാൾ കൂടുതൽ DVV കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കുട്ടികളുടെ കോമ്പറ്റീഷനിൽ പാസ്സായത് നമ്മൾ 98 ക്ലെയിം ചെയ്തു, അവർ പറഞ്ഞല്ല നിങ്ങൾക്ക് 103 ഉണ്ട് എന്നാണ് അവർ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷനാണ് ക്രൈറ്റീരിയൻ 5-ൽ നടന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. അടുത്ത മെമൻറ്റോ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ജോസ് ജെയിംസ് സാറിനെ വിളിക്കുകയാണ്. അടുത്ത നമ്മൾ ക്രൈറ്റീരിയൻ 6 ആണ് സ്റ്റേജിൽ വരുന്നത്. ക്രൈറ്റീരിയൻ 6 ഏറെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയനാണ്. ഇവിടെ ഹെഡായിരുന്ന ബിജു പി മാണി സാറും വിൻസാറും ക്രൈറ്റീരിയ ഹെഡിൻ്റെ സേവനം തരികയും പിന്നെ എക്സാമിനേഷൻ്റെ ചുമതല വരുമ്പോൾ ഈ ക്രൈറ്റീരിയൻ ഹെഡിൻ്റെ സ്ഥാനം ഒഴിയുകയും ചെയ്തതാണ്. ഇവരെല്ലാം ഇടക്കാലം കൊണ്ട് ഈ ക്രൈറ്റീരിയൻ ഹെഡിൻ്റെ തുടക്കം തൊട്ടുള്ള ക്രൈറ്റീരിയൻ 6-ൻ്റെ തുടക്കം തൊട്ടുള്ള പ്രവർത്തനം സാബു സാറായിരുന്നു, ഇവിടുന്ന് പോയ സാബു സാറായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ ഇടക്കാലത്ത് പ്രവർത്തനം ഏറ്റെടുക്കുകയും ഏറെ മികച്ച രീതിയിൽ നമ്മൾക്ക് ക്രൈറ്റീരിയൻ 6-ൻ്റെ സ്കോർ വാങ്ങിച്ചെടുക്കാൻ പറ്റുകയും ചെയ്തു. അതിന് പ്രവർത്തിച്ച എല്ലാവരെയും ക്രൈറ്റീരിയൻ ഹെഡായിട്ട് പ്രവർത്തിച്ച ബിജു പി മാണി സാർ, വിൻ മാത്യു സാർ, പിന്നെ ക്രൈറ്റീരിയൻ ഓഫീസിൽ ജിയോമോനുണ്ട്. 6-ൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് വെൽഫെയർ മെഷേഴ്സ് എല്ലാം കമ്പൈൽ ചെയ്ത ജിസ്മിയുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയും ഈ അക്രഡിറ്റേഷനിൽ നിങ്ങൾ നൽകിയ സേവനം ഏറെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു മെമൻറ്റോ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് IQAC കോർഡിനേറ്ററായ ചാക്കോ സാറിനെ ക്ഷണിക്കുക. ഫോട്ടോ എടുത്തോ, ഒരു ഫോട്ടോയ്ക്ക്. അടുത്ത ക്രൈറ്റീരിയൻ 7 ആണ്. നമ്മൾ വീണ്ടും ഫുൾ അടിച്ച ഒരു ക്രൈറ്റീരിയനാണ് ക്രൈറ്റീരിയൻ 7, 4 out of 4. ഇതും ഭയങ്കരമായൊരു ചലഞ്ചിങ് ക്രൈറ്റീരിയൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ക്രൈറ്റീരിയൻ 7-ലുള്ളത്. അവിടെ എവിടെയെങ്കിലും നമുക്കൊരു പാളിച്ച പറ്റിപ്പോയാൽ 50 മാർക്ക്, 30 മാർക്ക്, 30 മാർക്കുള്ള ചോദ്യങ്ങളായിരുന്നു ക്രൈറ്റീരിയൻ 7-ൻ്റെ അവസാന ഭാഗത്തുള്ളത്. അവിടെ എവിടെയെങ്കിലും നമുക്കൊരു സ്കോർ കുറഞ്ഞു പോയാൽ ഒരുപക്ഷെ നമ്മുടെ ഈ സ്കോർ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്കോറിൽ നിന്ന് താഴെ പോയേക്കാം. അത്രമാത്രം ചലഞ്ച് ഉണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് ഫുള്ള് കിട്ടി, 4 out of 4 കിട്ടാൻ പറ്റി. അപ്പോൾ അതിന് പിന്നിൽ എല്ലാവരും ക്രൈറ്റീരിയൻ 7-ൽ അമൃത മിസ് ഇടക്കാലം കൊണ്ട് ചാർജ് ഏറ്റെടുത്താണ്. ഇതിനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന റാസി സാറിനെ ഞാൻ ഏറെ നന്ദിയോടെ ഇവിടെ ഓർക്കുകയാണ്. പിന്നെ അമൃത മിസ്സാണ് ചാർജ് ഏറ്റെടുത്തത്. ബാക്കി എല്ലാവരും ഈ ഒരു ക്രൈറ്റീരിയനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ജിയോ ടാഗ്ഡ് ഫോട്ടോസ് എൻ്റർ ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ഇത്. നമ്മുടെ ഡേ സെലിബ്രേഷൻസ്, അതുപോലെ കോഡ് ഓഫ് എത്തിക്സിൻ്റെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിനെല്ലാം വളരെ കൃത്യമായിട്ട് DVVയുടെ മുമ്പിൽ വിത്ത് ജിയോ ടാഗ് ഫോട്ടോസ് നമ്മുടെ റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു ക്രൈറ്റീരിയനാണ്. അപ്പോൾ ഇവിടെ അഖിലച്ഛൻ്റെ ഒരു സേവനം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറാക്കാൻ വേണ്ടി എടുത്ത അച്ഛൻ്റെ ഒരു പ്രത്യേക സേവനം ഇവിടെ അനുസ്മരിക്കുകയാണ്. ബാക്കി എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രത്യേകിച്ചും നമുക്ക് ഈ ക്രൈറ്റീരിയന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ
നിങ്ങളെടുത്ത എഫേർട്ടും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഞാൻ പറയണമെന്ന് ഓർത്തിരുന്ന കാര്യമെല്ലാം ജോബി സാറ് പറഞ്ഞു. ഒരുപാട് സമയം എടുക്കുന്നുമില്ല. എൻ്റെ വിജയം ഇത് ഈ ഒരു 3.71 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒപ്റ്റിമം. ചീഫ് ഗസ്റ്റ് അല്ലേ താവട്ടിരിക്കത്തില്ലേ? സോ ഐ തിങ്ക് ദ ചീഫ് ഗസ്റ്റ് ക്യാൻ occupy the seats down there. IQAC പിയർ ടീമിൻ്റെ മുൻപിൽ പ്രിൻസിപ്പലിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു ആദ്യം. അപ്പോൾ ആ പ്രിൻസിപ്പലിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു മാസത്തിലേറെ എന്നെ സഹായിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സതീഷ് കുമാർ സാറാണ്. അതിൻ്റെ സ്ലൈഡ്സ് ഡിസൈൻ ചെയ്യുകയും അതിനെ ഒരു ആൽബം രൂപത്തിൽ പിയർ ടീം മെമ്പേഴ്സിൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ നാക് പിയർ ടീമിൻ്റെ ചെയർപേഴ്സൺ പ്രത്യേകമായിട്ട് സതീഷ് കുമാർ സാറിനെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയും സതീഷ് കുമാർ സാറ് എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിൽ സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇത് എൻ്റെ മാത്രം ഒരു വിജയമല്ല, ഇതിനകത്ത് 3.71 എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോസ്റ്റ് റിയലിസ്റ്റിക് ഒപ്റ്റിമം സ്കോറാണ്. ഒരു 3.8 മുകളിൽ പോയാലും അതത്ര സുഖകരമല്ല. നമുക്ക് പിന്നെ ഒരു ദർ ഇസ് നോ റൂം ഫോർ ഫർദർ ഗ്രോത്ത്. ഇത് നമുക്ക് കിട്ടാവുന്ന, നമ്മൾ അർഹിക്കുന്ന, നമ്മൾക്ക് പ്രതീക്ഷ വെക്കാമായിരുന്ന ഏറ്റവും ഒപ്റ്റിമമായിട്ടുള്ള സ്കോറായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം ഞാനിതിനെ കാണുന്ന എൻ്റെ ഒരു വിജയമായിട്ടൊന്നുമല്ല. ഈ ഒരൊറ്റ മിനിറ്റ് കൂടി എടുക്കാം. നമ്മൾ ഈ ക്രൈറ്റീരിയൻ 2-ൽ പറയും അഡ്വാൻസ്ഡ് ആൻഡ് സ്ലോ ലേണേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. എന്നെ നഴ്സറി കൊണ്ടുപോയി ചേർത്തപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഞാൻ സ്ലോ ലേണറിലും താഴെയാണ്, അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട ആളാണ് ഞാൻ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്, അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഈ ഒരു മൊത്തം ടീമിനെ നയിച്ച് ഇവിടെ നിന്ന് എല്ലാവരുടെയും സഹായം ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ടു ദ മാക്സിമം. അങ്ങനെയാണ് നമുക്കിതിൽ എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഇതിനകത്തൊരു ഗ്യാപ്പുണ്ട്. എനിക്കറിയാം ഹുവാമായി, പക്ഷേ ജോബി സാറ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസി ഇവിടെ കൊണ്ടുവന്നത്. ഞാനൊരു സാഹചര്യത്തിൽ ഈ അക്രഡിറ്റേഷൻ തീരാതെ ഇനി റിസോഴ്സ് പേഴ്സണായിട്ട് പോകത്തില്ല എന്ന് ഉറപ്പിച്ച് എൻ്റെ വരുന്ന എല്ലാ ഇൻവിറ്റേഷനും ഞാൻ ഡിനൈ ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പറ്റുന്ന അത്ര ഇൻവിറ്റേഷൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ ഞാൻ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് എന്ന് വിളിക്കും. അത് ഇപ്പം ഞാനിത് പറയുന്നത് മാനേരച്ചൻ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് ഞാനൊരു വാക്കുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമില്ല എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ഇടയിലും വലിയ കൂടുതലായിട്ട് ഇങ്ങനെ പടർന്ന്, അത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലും ഈ പ്രായത്തിലും. അപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി. 6 മക്കളുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട്. വീട്ടിൽ സെർവൻ ലേഡിയായിട്ട് വരുന്ന ചേച്ചിക്ക് ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കരമല്ലാതെ ഒരു കരത്തിനും സാധാരണഗതിയിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ ഇതിന് ശക്തനാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ചിലരൊക്കെ എന്നെ കളിയാക്കി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നമുക്ക് ആലപ്പുഴ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തൊന്ന് പോയാലോ എന്ന്. പക്ഷേ ഉടമ്പടി എടുക്കാനും പോകാമെന്ന് ഞാൻ നേർന്നു. അത് നേർന്ന് വേറൊരു കാര്യം കൊണ്ടുമല്ല, അതുകൂടെ ഒന്ന് പറഞ്ഞു നിർത്താം. ഞാനിവിടുന്ന് SSR സബ്മിറ്റ് ചെയ്ത് പോയ അന്ന് രാത്രി 8 മാസം പ്രായമുള്ള എൻ്റെ കൊച്ച്
കട്ടിലേന്ന് താഴെ പോയി അന്ന് രാത്രി. ഞങ്ങളെല്ലാം എൻ്റെ ഭാര്യ അടക്കം മടുത്ത് ഇത്രയും പിള്ളേരെ വീട്ടിൽ മാനേജ് ചെയ്യുന്നല്ലേ. എന്നിട്ട് തലേന്ന് ഇത്രയും വട്ടത്തിൽ മുഴച്ചു വരികയല്ല, ചളുങ്ങി അകത്തോട്ട് പോയി. അപ്പോൾ ആരാണെങ്കിലും ഉടമ്പടിയല്ല എന്തും എടുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ വരെ ഞാൻ കടന്നു പോയതാണ്. അതിൻ്റെ ബാക്കി എന്താണെന്നൊക്കെ പേഴ്സണലി ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഐ സീ ഓൺലി ഇറ്റ് ആസ് എ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദ പ്രൊട്ടക്ടർ ആൻഡ് സേവിയർ, my Lord. He never sleeps, he never slumbers. And I surrender this glorious victory before my Lord Jesus Christ and Mother Mary, who was always with me. Thank you. ഞാൻ 1 മിനിറ്റ് കൂടെ അഡീഷണൽ ആയിട്ടൊന്ന് എടുക്കുകയാണ്. നമ്മുടെ ഈ അസസ്മെൻ്റ് പീരീഡ് എന്ന് പറയുന്നത് 2016-2021. ആ കാലഘട്ടത്തിൽ നമ്മുടെ കോളേജിനെ നയിച്ച 2 പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത 2 പേര്. പ്രിൻസിപ്പൽ എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നമ്മുടെ റവറൻ ഫാദർ റോയ് ഏബ്രഹാം പഴയ പറമ്പിൽ. അതിൽ കൂടുതൽ കാലഘട്ടവും മാനേജർ ആയിരുന്നത് റവറൻ ഫാദർ ജെയിംസ് കോഴിമല. ഈ 2 പേരും വളരെ വ്യക്തമായ ദിശാബോധത്തോടു കൂടി നമ്മുടെ കോളേജിനെ നയിച്ചു. അവരുടെ പ്രവർത്തന കാലഘട്ടത്തെയാണ് വ്യക്തമായ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് വിലയിരുത്തുവാനായിട്ട് നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പരിശ്രമിച്ചത്. ഈ ടീം വന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അതായത് നമ്മൾ സമർപ്പിച്ച SSRൻ്റെയും DVV കഴിഞ്ഞിട്ടാണ്, വാലിഡേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് 70 മാർക്സ് നൽകപ്പെട്ടത്. പിന്നീടുണ്ടായത് അതിനുശേഷമുള്ള സാഹചര്യമാണ്. അപ്പോൾ ടു പ്ലേസ് ഓൺ റെക്കോർഡ്, ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് ഓൺ ബിഹാഫ് ഓഫ് യു റിയർ റവറൻ ഫാദർ റോയ് എബ്രഹാം ആൻഡ് ഫാദർ ജെയിംസ് കോഴിമല. താങ്ക് യു. അതിനോട് ചേർത്ത് മറ്റൊരു വാക്കുകൂടി, ഇപ്പോൾ നമ്മൾ കേട്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവഭയം ഉള്ള ഒരാളുടെ കൂടെയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കംഫർട്ടിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏത് വിശ്വാസധാരയിൽപ്പെട്ടവരാണെങ്കിലും, നമ്മുടെ ബിനു സാർ IQSC കോർഡിനേറ്റർ ആയിരുന്നുകൊണ്ട് ദൈവവിശ്വാസത്തോട് ഓരോ ദിവസം SSR സമർപ്പിച്ച ദിവസമൊക്കെ സാറ് പറഞ്ഞു, ഇന്ന് രാവിലെ കുമ്പസാരിച്ചിട്ടും കുർബാന പങ്കെടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് തൻ്റെ വിശ്വാസബോധ്യം ഉറച്ചു നയിച്ച ഒരു IQSC കോർഡിനേറ്ററാണ് നമുക്കുണ്ടായിരുന്നത്. ഇനിയും മരിയൻ്റെ വിഷനും വാല്യൂസും അതിന് ചേർന്നാകട്ടെ. നമുക്കെല്ലാവരും ഒരു കുടുംബമായിട്ട് തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. "27 years, it's more than a quarter of a century on this campus. Marian is bidding farewell to 2 of her illustrious and beloved sons, our dear Chakochan sir and John Chetan. I invite Dr. K.V. Thomas to share his fond remembrance of working with Dr. Chakochan J. Jamalil. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനും നമ്മുടെ കോളേജിൻ്റെ പേട്രണുമായിരിക്കുന്ന അഭിവന്ദ്യ മാർ ജോസ് പുളിക്ക പിതാവേ, കോളേജ് മാനേജർ പെരിയ ബഹുമാനപ്പെട്ട ബോബി മണ്ണംപ്ലാക്കൽ അച്ച, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ജോസഫ് പൊങ്ങന്താനം, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാർ, ജോൺ ചേട്ടൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, 1998 ഞാൻ മരിയൻ ക്യാമ്പസിൽ ഒരു അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുക. എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ സൂചിപ്പിച്ചതുപോലെ മരിയനിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ടീം വർക്കാണ്. ഈ ടീം വർക്ക് മരിയന് കൊണ്ടുവന്നത് ആദ്യകാലങ്ങളിൽ ഈ മരിയന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റും ചേർന്നാണ്. പിൽക്കാലത്ത് എനിക്ക് ഗവൺമെൻറ് കോളേജിൽ ജോലി ലഭിച്ചപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ തുടരാൻ എന്നെ
പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ കോളേജിലെ ആ നല്ല അന്തരീക്ഷം, നല്ലൊരു വർക്ക് കൾച്ചർ ആയിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കോളേജിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ കോളേജിനെ മുന്നോട്ട് നയിച്ച ഫസ്റ്റ് ജനറേഷനിൽപ്പെട്ട അധ്യാപകരെ Next, we have this year's sports championship, and it goes to School of Commerce and Professional Studies. Let me invite representatives from SCAPS. Let me invite head of the department, faculty members, and class representatives to the stage to collect the prize. We have the prizes for All India Inter-University Kickboxing Championship 2022-23. And our college has got most recognizable positions. Second position secured by Nimisha Aju of 3rd BSc Mathematics. Third position is shared by two, Rais M. Saji of 3rd BSWA and Don K. James of 3rd BBA. I especially congratulate and appreciate the position holders in All India Inter-University Kickboxing Championship 2022-23. Next, we have the award for the best outgoing cadet in this year's NCC. That is Miss Esther Sunny of 3rd base. We had conducted Sanskruti, a class-wise exhibition of Kerala's traditional knowledge and artifacts organized by UNII Aspire Marian chapter and NEP cell. And the first prize goes to 2nd BCom B. Next, Marian College would like to honor badminton coach of Sai Khelo India Center, Mr. Jishnu Anil Kumar. Let me welcome Mr. Jishnu to the stage. Thank you, sir. Next, we have this year's most prestigious award, that is the Best Class Awards. Let me welcome Professor Dr. Ajimon George, Reverend Father Bobby Alex Mannamblakal to the stage. We have the Best Class Award among postgraduate courses, PG second runner-up, first MSW. Let me invite the representatives. PG first runner-up, second MSW. Let me welcome respective faculty advisors as well as the class representatives.
Second, Miss. First. Next, we have the moment of truth. PG Best Class Award goes to First MCOM Aided. First MCOM Aided. Miss. Now let me announce Best Class Awards in the UG category. UG Promising Class Award goes to First BCom C. UG first runner-up, the prize has been shared by 2 classes, second BBA A and second BCom B. Now let's put our hands together for the UG Best Class of the academic year 2022-23, that is second BCom C. Thank you, sirs. Once again, let's give a round of applause for all the winners. Thank you. Thank you, ma'am. Now I invite Samra Sibi, Vice President of NCMC, to deliver vote of thanks. വേദിയിൽ ഭൂഷണായിരുന്ന അഭിമന്യ മാർ ജോസഫ് പുളിക്കൽ പിതാവേ, പീരുമേട് MLA ശ്രീ വാഴൂർ സോമൻ സാർ, നമ്മുടെ കോളേജ് മാനേജർ ബോബി അച്ച, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് പൊങ്ങന്താനം അച്ച, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജ്മോൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെയും അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഒരു പേനയും ഒരു പുസ്തകവും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ശ്രീമതി മലാല യൂസഫ് സായി ഒരിക്കൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ മരിയൻ കോളേജിൻ്റെ ഓരോ മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും ചുക്കാൻ പിടിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുക എന്നതാണ് എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഏറ്റവും ആദ്യമായി തന്നെ തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദി അനുഗ്രഹമാക്കിയ മാർ ജോസ് പുളിക്കൽ പിതാവിന് ഏറെ സ്നേഹവും കടപ്പാടും നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി തൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ സന്നിഹിതനായിരുന്ന പീരുമേട് MLA
ശ്രീ വാഴൂർ സോമൻ സാറിനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാനേജർ അച്ഛൻ റവറൻ ഫാദർ ബോബി അലക്സ് മണ്ണമ്പ്ലാക്കൽ അച്ഛനും ഈ അവസരത്തിൽ ഏറെ സ്നേഹവും കടപ്പാടും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിൻ്റെ അമരക്കാരൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ ഫാദർ ജോസഫ് പൊങ്ങന്താനം അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഞാനിവിടെ ഓർക്കുകയാണ്. അച്ഛനെ ഏറെ നന്ദിയും കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ സാർ, വിദ്യാർത്ഥികളുടെ അക്കാഡമിക്സിലുപരി ഞങ്ങളുടെ യൂണിയൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ സഹായിച്ച സാറിനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും സാറിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ മരിയൻ കോളേജ് സ്റ്റുഡൻറ് കൗൺസിൽ ചെയർപേഴ്സൺ ആൻ സ്റ്റാൻലിക്കും ആശംസകൾ അറിയിച്ച വൈസ് പ്രിൻസിപ്പൽ ജോബി സുരേഖ് സാറിനും ഡോക്ടർ കെ വി തോമസ് HOD സ്റ്റാഫ്സ്, ശ്രീ ജോബി ജോസഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, അഡ്വക്കേറ്റ് ജോസഫ് ജെ PTA വൈസ് പ്രസിഡന്റ്, ഇവർക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ മരിയൻ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഡോക്ടർ ചാക്കോച്ചൻ ഞാവളി സാറിനും ശ്രീ ജോൺ KS സാറിനും പിന്നെ എൻ്റെ എല്ലാ പ്രിയ ഫൈനൽ ഇയർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാ യാത്രാമംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Sambras. Our formal function has come to an end. Our cultural programs will begin at 4:30 in the indoor basketball stadium. I extend my gratitude to all of you who are present here. This is me, Tracy Amma Tesson George. And I'll be Philip. Signing off. Thank you.